സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. നീർമണിയിൽ തെന്നലൊന്നു വിരൽ തൊട്ടില്ലേ, ഉള്ളിലുള്ള പെരും നൊമ്പരക്കനലു പുഞ്ചിരിക്കുളിരു ചൂടാറായില്ലേ ആയില്ലേ. സ്നേഹമാർന്നവന ഭംഗി നീർത്തുമണി സാന്ത്വനത്തണലിടാവോളം ചേർന്നു നിന്നു മലർമേടുവച്ച കണി കണ്ടുണർന്നു മനം വീണ്ടും പാടുന്നേ പാടുന്നേ. Tag life. Your Honor, an accused person who is otherwise presumed to be innocent until he is proven guilty cannot be sent to prison. Sir, may I continue? Yes. Sir, his liberty can be curtailed only if the prosecution is able to establish him prima facie guilty. The court will resume after 5 minutes. എന്തു പറ്റി സാർ? ഒന്നുമില്ല സാർ. ഇതെന്താ കയ്യില്? തൊണ്ടിയാ സാർ, തൊണ്ടി സെക്ഷൻ സഹായിക്കായിരുന്നു. ബൈ ദ ബൈ, നല്ല ചുരിദാർ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് മഞ്ഞ കളറാ ചേരുന്നതെന്ന്? അയ്യോ നന്ദിനി, ഞാനത് ഇവിടെ പറഞ്ഞതാ. ഞാനിപ്പോ നിന്റെ ഡാൻസ് കണ്ടതേ ഉള്ളൂ. സൂപ്പർ. നിനക്കിന്ന് സിറ്റിംഗ് ഒന്നുമില്ലേ? ഉണ്ട്. ഒരു യൂസ്ലെസ് നേതാവിന്റെ പെണ്ണ് കേസ്, അതിന് പറ്റിയ ഒരു വക്കീലും. അയ്യോ, നീ സിസ്റ്റത്തെ കുറ്റം പറയാണോ? ഒന്ന് പോടി. നീ ഇപ്പൊ പെർഫെക്റ്റ്ലി ഓക്കെ അല്ലേ? ഇനി നിനക്ക് LLB കംപ്ലീറ്റ് ചെയ്യാലോ. ആരോ പറഞ്ഞത് ഓർമ്മ വരുന്നു. ജീവിതത്തിൽ വീഴ്ചകളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത് സാധാരണയാണ്. അവയിൽ നിന്ന് എത്ര വേഗം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതാണ് പ്രധാനം. ഒരിക്കൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ സ്വപ്നത്തിലേക്ക് വീണ്ടും ഞാൻ നടന്നു തുടങ്ങുകയാണ്.
ഫ്രണ്ട്സ്, വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് പോവുകയാണ്. ഹായ് പറയണ. വളരെ വശ്യസുന്ദരവും പ്രകൃതി രമണീയവുമായ ആനന്ദപുരത്താണ് ഞങ്ങളുടെ ടെമീസ് ലോ കോളേജ് ഗൈസ്. കണ്ടോ അത്ര മനോഹരമാണ് ഞങ്ങളുടെ ക്യാമ്പസ്. ചേട്ടാ വാങ്ങി നോക്കി ക്ലാസ്സിൽ പറഞ്ഞോട്ടെ. പുതിയതായ നിയമം പഠിക്കാൻ വരുന്നവർ ഞങ്ങളെ ബഹുമാനത്തോടെ കാണുന്ന ഒരേ ഒരു ദിവസമാണെന്ന് ഫ്രഷേഴ്സ് ഡേ. ഒന്നൂടെ ഞങ്ങൾ ഫൈനൽ ഇയർ LLB സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇത് മാക്സിമം മുതലാക്കി പറ്റൂ ഗൈസ്. അല്ല റബേക്ക, നമുക്ക് എതിർത്ത് ഇത് ഞങ്ങളുടെ വർഷമാണ്. പൊളിക്കും ഗൈസ്. ഫ്രഷേഴ്സ് ഡേ ഉണ്ട്, ലോട്ട് ഓഫ് കളക്ഷൻസ് ഉണ്ടാവും. എല്ലാവരും ഞാനൊന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ്. ഗൈസ് ഇതാരാ നോക്കൂ, ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ, കൂടെ ബ്രിഡ്ജ് ദിവാകരേട്ടൻ. അദ്ദേഹം ഫ്രഷേഴ്സ് ഡേ മൂഡിലാണ് ഗൈസ്. ഇനി നീ പറ. ഓക്കെ ഗൈസ്, ബൈ. പഠിക്കാൻ അത്ര തിരക്കാം നിനക്ക്. പുതിയ കിട്ടും പേടിച്ചിട്ടേ അമ്മയും കൊണ്ടാവാരോ. ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഹലോ പറഞ്ഞു വാ മേഡത്തിനല്ല, നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ സീനിയേഴ്സ് നിൽക്കുന്നത് കണ്ടില്ലേ നീ? ഇവളെന്താ ഊമയാ? നമുക്ക് വേണ്ടി നമ്മുടെ ദേശീയഗാനം പഠിപ്പിച്ചാലോ? കുട്ടിക്ക് ലേശം കലാലയഭക്തി ഉണ്ടാകാൻ നല്ലതാ. ശരിയാ, ഞാൻ തുടങ്ങാം. പാടിക്കൊടു. ആദ്യം കൈ നേരെ പിടിക്കണം. ഇങ്ങനെ നേരെ പിടിക്കാൻ. അറ്റൻഷൻ. അത് ഞാൻ പാടുന്ന പോലെ പാടണം. വരുന്നിതാ പാടാൻ. മേഡത്തിന്റെ മോൾ ഉരിയാടൂല. ഞാൻ പാടിയാ മതിയോ? വൈ നോട്ട്? വരുന്നിതാ കുരുത്തിടും കരുത്തുമായി പടക്കളം നടുക്കുവാൻ ഒടുക്കവും കുറിക്കുവാൻ എതിർത്തിടുന്നതേതുമേ ചിരിച്ചു ഞങ്ങൾ നേരിടും, ജയിച്ചു ഞങ്ങൾ നേടിടും. എന്താ പോരെ? വേറെ ഇനത്തിൽ വേണേലും പാടിത്തരാം. എന്താ വേണം? അറസ്റ്റിനെ പറ്റി ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. CRPCയില് സെക്ഷൻ 41-ലാണ് അറസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, ഞാനത് വായിക്കാവേ. Arrest is an act of taking a person into custody as he or she may be suspected of a crime or an offense. It is done because a person is apprehended for doing something. നിലവില് എവിടെ പോണം? ഞാൻ റീ അഡ്മിഷൻ എടുത്തു. അതിന് ഇങ്ങനെ തോന്നുമ്പോ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറ്റുമോ? പിന്നെ നീ LLB കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. യു കണ്ടിന്യൂ. പൈസ ഇട്ടിട്ടുണ്ടേ. രണ്ടെണ്ണെടുത്തോ. എന്താണ് കാണിക്കുന്ന മലർത്ത്? ഉസ്മാനിക്ക, ഞാൻ നേരത്തെ ചോദിച്ച ബർഗർ എന്തിയേ? ബർഗർ ഇവിടെ ഇല്ല. ഇവിടെ നല്ല നൈസ് നെയ്യപ്പം ഉണ്ടെന്ന് തിന്നുവയ്ക്ക്. അതോ അവനങ്ങനെ കൊടുക്കും. ഇതിന്റെ ഇടയിൽ കൂടെ ഇതിലോട്ട് കൊടുക്കാം അല്ലേ? കഴിച്ചോ. ഇവിടെ അല്ലേ ബിരിയാണി. അന്തിരിക്കുട്ടി നെയ്യപ്പം റെഡി. ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. കാര്യങ്ങളല്ല ഞാൻ അറിഞ്ഞ എന്റെ മോക്ക് ഒരു കുറവുകളുണ്ടാവില്ല. എന്താ ചേച്ചി ഇവിടെ വാ, ഇവിടെ ഇരിക്കാം. താങ്ക് യു. ചായ ഓർഡർ ചെയ്തോ? ചേച്ചി, ആ കാട്ടുകോഴി വീരേന്ദ്രനല്ലേ, ആളൊരു മഹാബോർണ. ഞങ്ങളാരും അയാള് പറയുന്നൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്കറിയാം, അയാൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു 20 വർഷം മുൻപ്. ക്ലാസ്മേറ്റാ? പേരെന്താന്നാ പറഞ്ഞ? ആദിത്യം. ഹായ് ആദിത്യ. ഹായ്, ഹലോ. LLB 2 പ്രാവശ്യം നിർത്തി പോണ്ടി വന്നു. ആദ്യം കല്യാണത്തിന്. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴോ? അപ്പൊ ലൈനായിരിക്കും അല്ലേ? ഓ ലൈൻ, 1 വേ.
വീരേന്ദ്രൻ ലൈൻ എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നിട്ടുണ്ട്. ആ അച്ഛൻ പേടിച്ച് എന്നെ പിടിച്ച് വേറൊരാളുടെ കൂടെ കെട്ടിച്ചു വിട്ടു. എന്നിട്ട് പോയ സ്പീഡിൽ അതുപോലെ തിരിച്ചു വന്നു. അതെന്ത് പറ്റി? ഡിവോഴ്സായി. 3 വർഷം മുൻപ് വീണ്ടും ചേർന്ന് ഫൈനൽ ഇയർ എത്തിയപ്പോ എനിക്ക് ക്യാൻസർ വന്നു. ഇപ്പതാ നിങ്ങളോടൊപ്പം. ചേച്ചി ഇത് റബേക്ക. കുടുംബ റബേക്ക. ഞാൻ സജു പുല്ലക്കാരൻ. അല്ല ചാളു സജു, അങ്ങനെയാണ് ഞങ്ങളെ വിളിക്കാറ്. കിട്ടിയല്ലോ, സാറല്ല എടുത്തു. മോനെ ഹെബിൻ, നിന്നെ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. അമ്മയോട് പറയല്ല ആന്റി. ഹലോ, തന്റെ ഹിസ്റ്ററി മൊത്തം ഞങ്ങൾ അറിഞ്ഞു. കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അധികം ഒലത്താൻ വരല്ലേ. കാലം മാറി കേട്ടോ ചേച്ചി. ഓക്കെ ചേട്ടാ. എടാ വചന, ഈ കൊച്ചുവിടുത്തെ സീനിയറാ, നിന്നിലും മേളിലുള്ള സീനിയറാ. അറിയാതെ ഈ കൊച്ചുവിടുത്തെ ചെയർമാനായിരുന്നു. ഇനി കണവുണ വർത്താനം പറഞ്ഞ് ഈ കൊച്ചിന്റെ അടി മേടിച്ച് പല്ല് കളഞ്ഞ് എന്റെ കസേര ചോട്ടി ചെടി പറ്റിക്കാതെ ഇറങ്ങി പോടാർക്കാട്ടോ. ആരുടെ പല്ല് പോണെന്ന് തനിക്ക് കാണിച്ചു തരാം. എന്തിനാ? അതെ, ഇവൻ അറിയാ. ഇവനെ പണ്ടൊരു ജൂനിയർ പോയിട്ട് ഇവിടെ ചെളിവെള്ളത്തിൽ ഇവിടെ കാട്ടത് അറിയോ? അയ്യോ കഴിക്കണം. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോ പുഞ്ചിരി നെയ്യും നേരങ്ങൾ മഞ്ചലിലേറെ പോരുന്നേ. എടാ പിന്നെ എവിടെ നോക്കിട്ടാ വായിക്കണേ? ഗിറ്റാറിൽ ശ്രദ്ധിക്ക്. എന്താടാ മാലിനി, നീ ഇങ്ങോട്ട് കേറി വരുന്നേ? ഇറങ്ങിനേടി. എന്താട്ടാ, എനിക്ക് ഇഷ്ടമുള്ളോണ്ടല്ലേ. നീ എത്രല്ല പഠിക്കുന്നേ? ചേട്ടൻ അറിഞ്ഞൂടെ? +1. ആ പോയി പഠിക്കാൻ നോക്ക, അല്ലാതെ പ്രേമിച്ച് അടക്കല വേണ്ടത്. റബേക്കയുടെ പുറകെ ഞാൻ അമ്മയോടും അമ്മായോടും പറഞ്ഞു. ഓ പോയി പറഞ്ഞോട്. അഞ്ജലി ചേച്ചിയോടും പറയൂ, നോക്കിക്കോ. നീ വലിയ പാട്ടുകാരിയാണെന്ന് പറഞ്ഞ നിന്നെ ഞാൻ കോളേജ് ട്രൂപ്പിൽ ചേർത്തില്ലേ? അതാടി ഞാൻ ചെയ്ത് തെറ്റി. ഇടുന്നില്ലടി, ഞാനും വരുന്നു. അവൾ എന്താടാ മുഖം വീർപ്പിച്ചോണ്ട് പോയത്? പെണ്ണുങ്ങളുടെ മുഖം വീർക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എങ്ങനെ ആണുങ്ങളുടെ മുഖം എന്താ വീർക്കൂല? പറ്റൂല. നീ എന്റെ മാല മാല എടുത്തോടാ. മക്കള് വിഷമിക്കണ്ട, അവ എടുത്തു തരും. അങ്ങേരായിട്ട് അടികൂടി വന്നിരിക്കാവൂലേ? ആണ്, വല്ല ക്നാപ്പിനെടുത്ത് തലയിൽ വെച്ച് വരുമ്പോ ആലോചിക്കും. അതാവൂലേ നാട്ടുകാർ പറഞ്ഞു നടക്കണം, നീ മറ്റേ ചെക്കനെ കറങ്ങി നടക്കുന്നത്. എന്താടാ നിനക്ക് കുഴപ്പം? നിന്നെ പോലുള്ള ആണുങ്ങളുടെ മനോഭാവം ഒരു കാലത്ത് മാറാൻ പോണില്ല. കല്യാണം കഴിഞ്ഞാൽ എന്താ, പ്രേമിച്ചൂടെ? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ മക്കളോട് എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. സീരിയൽ ഡയലോഗിട്ട് വന്നേക്കാം. എന്റെ ചന്ദ്രിക എന്ത് ചെയ്തോ എന്തോ. ചന്ദ്രിക മണ്ണാങ്കട്ട. എന്റെ മാനതാടാ. ആ വാ, ഇപ്പൊ തന്നെ എടുത്തരാട്ടാ. ഉള്ളിക്കോ. ചന്ദ്രിക എന്തായി? ചന്ദ്രിക ന്യൂസിലാൻഡിൽ പോകാൻ ടിക്കറ്റിന് എന്താ റേറ്റ് അല്ലേ? എനിക്കിപ്പോ ഭേദമായില്ലേ. ഇനി റിവ്യൂ മാത്രമല്ലേ ബാക്കിയുള്ളൂ. നീയും അവനോടൊപ്പം പോവാനുള്ള കാര്യങ്ങൾ നോക്ക്. ആദ്യം അമ്മയുടെ കാര്യങ്ങളൊക്കെ നേരെയാവട്ടെ, എന്നിട്ട് ഞാൻ പൊക്കോളാം. ഒരേ ഒരു മോള്, എന്റെ ഏകാന്തതയ്ക്കും വേദനകൾക്കും എന്ന് കൂട്ടായിട്ട് നിന്നവൾ. അവളുടെ ജീവിതത്തിന് ഇനി ഞാനൊരു തടസ്സമായിക്കൂടാ. അവൻ നല്ല പയ്യനാ. ഇത്രയും നാള് നീ എന്നെ ചുറ്റിപ്പറ്റി നടന്ന് നിന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായില്ലേ. നീ ഇനി നിന്റെ ലൈഫ് നോക്ക്.
പെർഫെക്റ്റ്ലി ഓക്കെ മോളു. പഴയ കോളേജിൽ വീണ്ടും എത്തിയപ്പോ എന്തോ ഒരു സന്തോഷം. അത് നോക്കണ്ട, പരിപാടിയുടെ മൊത്തം ചെലവ് ഞാൻ വഹിച്ചോളാം. എടോ, ഞാൻ ആനന്ദപുരം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് കുറെ വർഷങ്ങളായില്ലേ. ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ ഇന്നൊരു നയാ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? എടോ, താൻ മൂത്ത് നരച്ചല്ലോ, ഇതുവരെ ഒന്നും പഠിച്ചില്ലേ? ആ, മിനിസ്റ്ററെ കൊണ്ടിരുന്നാരൊക്കെ ഞാൻ ഏറ്റു. പരിപാടി ഗംഭീരമാക്കും, മീഡിയ കവർ ചെയ്യണം. പിന്നെ വേണമെങ്കിൽ ഒരു വീൽ ചെയർ വിതരണമോ ഗാനമേളയ്ക്ക് നടത്തിക്കോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, ഞാൻ പുറത്തേക്ക് 2 ഇഡ്ഡലി, ഒരു പഴം പുഴുങ്ങിയത്, ഒരു 1 സൈഡ് ഓംലെറ്റ്, ഒരു ഹോർലിക്സ്. ഒരു ചെറുത് മതി, ചെറിയത്. എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നു. എന്റെ 1 സൈഡ് ഓംലെറ്റ് എവിടെ? എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞപ്പം ഞാൻ അത് പൊട്ടിച്ചു കളഞ്ഞു. നിനക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആദിത്യന് അമ്പിളിയുടെ മോനല്ലേ? നീ ഒരു ദുരന്തമാണല്ലോടാ. നീ ഇപ്പോഴും അവന്റെ താഴെ തന്നെയല്ലേ? മെഡിക്കൽ എൻട്രൻസ് ജയിക്കാത്തപ്പോഴേ ഞാൻ അവന്റെ വിധി എഴുതിയതാ. 12/19 സാക്ഷി. എടോ, തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? കോടതിയിൽ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, അവനോട് കടം വെക്കണ്ട, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ആ, കള്ളസാക്ഷി പറയാൻ വയ്യെങ്കിൽ താൻ എന്തിനാണോ കോടതി വരുന്നേ? താൻ വരണ്ട. ഇന്നേ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കേസ് വല്ലതും ഉണ്ടോ? മാടത്തായി കൊലക്കേസ് ഇന്നാണ് സാർ. ഗുഡ് മോർണിംഗ് അണ്ണാ. Selected players, come this side. Heaven. Yeah! Woo-hoo! Aditya, Hari, Harita. Now, in the team ke captain yaare. ആദിത്യൻ. ആദിത്യനോട്. ഹെബൻ. ഹെബൻ. ആദിത്യൻ. അധികமான votes ആദിത്യനുക്ക്. So, Adityan will be the captain. ഹലോ, നിർത്ത്.
ഞാൻ അവിടെ നിൽക്കണേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കിറുക്കൻ സാറ് വന്നിട്ടുണ്ട് ഇവിടെ. അയാൾ ഈ ഒരു വെയിലത്താണ് നമ്മളവിടെ ഇരിച്ചേക്കുന്നേ. ആൾക്ക് എന്തെങ്കിലും പണി കൊടുക്കണ്ട നമ്മള്? എന്തുകൊണ്ട് കൊടുക്കുക? എന്നാ ഞാൻ കല്യാണം കഴിക്കാം. നീ കല്യാണം കഴിക്കും? അല്ല, ഇതിൽ കൂടുതൽ പഴയ സാറിന് കിട്ടാനല്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? അയാൾക്ക് ചെറിയ പണിയൊന്നും പോരാ. പിന്നെ സ്കെച്ച് ഇട്ട് തന്നെ തൂക്കണം. അവസാനം നീ തൂങ്ങായിരുന്നാ മതി. ഹരിതയുടെ ആഗ്രഹം നടത്തി കൊടുക്കാം. അതാകുമ്പോ അയാൾ മുഴുവൻ പ്രാന്തനായിക്കോളും. അത് കളിക്കും. താങ്ക് യു. എണീക്കൊന്നും വേണ്ട. ഞാൻ വന്നപ്പോഴല്ലേ എണീക്കണ്ടേ? ഇപ്പൊ എന്തിനാ എണീക്കണേ? Good morning. Good morning, sir. Good morning, sir. Take your seats. സാറ് മാഷ് ഉക്കാരെ. കാണിച്ചെന്നെ. Hello. Hey. என்ன சரியா உட்காரு. ஓ சார் கோச்சிட்டாரு. Now, can a teacher hit a student? ഇല്ല, പാടില്ല. உன்ட பேர் என்ன? സജു. സജ്ജു. ഇടി വാ. വാ. സജു, நான் உன்னை அடிச்சது தப்பா? പിന്നല്ലാതെ തപ്പല്ലേ? സർ, ആസ് പെർ ലോ നെവർ. സദുദ്ദേശത്തോടെയാണെങ്കിൽ കുഴപ്പമില്ല. എന്ത് സദുദ്ദേശം? அப்படி எங்க சொல்லிருக்கா? എന്താ? ஒரு ஆசிரியர் ஒரு மாணவனை நல்ல எண்ணத்தோடு அடித்தால் அது குற்றமில்லை என்று நம்ம கேரளா உயர்நீதிமன்றம் ஒரு ஜட்ஜ்மெண்ட்ல சொல்லிருக்கு. Yes. Coincide. പക്ഷേ അത് നിയമത്തിനെതിരല്ലേ? Should the court of justice judge on the basis of law alone? പിന്നെ ஒரு மாணவனை ஒரு ஆசிரியர் நல்ல எண்ணத்தோடு அடித்தால் அது சட்டப்படி குற்றமில்லைன்னு ஏதாவது ஒரு நீதிமன்றத்தால சொல்ல முடியுமா? You? Do you know the answer? Anyone? Actual answer is no. Illa. So what do the judges watch out for in situations like this where the law has its own limitations? നീതി, I mean justice? Exactly. Truth is the soul of justice, and justice is the sole aim of the courts. It is for the courts to see justice is done. And for the common man, truth and justice are synonyms. When the truth fails, justice fails, and the entire legal system collapses. Why don't we have an interactive session? Or a chinna debate? Huh? Oh, நான் இன்னும் என்ன introduce பண்ணிக்கலல? Where are my manners? I'm so sorry. I am Paul Sundar Raj, your new guest lecturer. ഇന്ന് കിടക്കുമ്പോ സമയാവേ. നാളെ നേരത്തെ ഉറങ്ങാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഉറങ്ങണം. നാളെ കാലത്ത് പോകേണ്ടതല്ലേ? പ്രോഗ്രാം ഒക്കെ സെറ്റ് അല്ലേടാ? കാലത്ത് എഴുന്നേക്കോ? ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വല്ല സുഖവാസ കേന്ദ്രമായിരിക്കും. ഇതിപ്പോ അനാഥാലയല്ലേ? അതാ നീ വരാത്തല്ലേ? എനിക്ക് അനാഥാലയം കുട്ടികൾ എന്ന് പറഞ്ഞാ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോ. പിന്നെ നാളെ എനിക്കൊരു യാത്ര പോവാനുണ്ട്. മനസ്സിലായി. അനാഥാലയല്ല, കിഡ്സ് പാരഡൈസോ. ഒരു അപ്പൂപ്പൻ സ്വന്തമായി വീട്ടിൽ നടത്തുന്ന കുട്ടികളുടെ കൊട്ടാരമെന്നാ പറഞ്ഞത്. നന്ദിനി ചേച്ചിയുടെ നിർബന്ധല്ലേ? നിങ്ങൾ എല്ലാരും പോയിട്ട് എന്നോട് വന്ന് കഥ പറഞ്ഞാ മതി. ഞാൻ പോവാ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കൊച്ചുനാളില് കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒക്കെ ഇവളെ പോലെയായിരുന്നു എന്റെ മോള് ദിയ. മോളുടെ പേരെന്താ? ആരു നീ കൺമണി പിന്നിലാവെന്നപ്പോ പാതിരാപ്പൂവിനെ മൂകമായി പുൽകിനി കൊഴിയുവാൻ മാത്രകൾ അധികമേ ഇത് ഞാൻ പണ്ടിട്ടോണ്ടായിരുന്നു ഉടുപ്പാ. പിന്നെ ഒന്നും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കൂല. അതെന്താ? കാണിക്കൂ പ്ലീസ്.
നെഞ്ചിലേറെ പോരുന്നേ. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ പുഞ്ചിരി നെയ്യും. ടൈമിങ് തെറ്റിക്കുന്നത് അവള് തെറ്റിയതിന് കുഴപ്പമൊന്നുമില്ലേ? നീയാണ് ധരിക്കുന്നത്, അവളല്ല. ഒന്നുകൂടെ പോവാം. റെഡി? മാലിന്യാണെന്ന് തോന്നുന്നു. നിർത്തി അങ്ങോട്ട്. മാലിനി, മാലിനി എവിടെ പോന്നു? വാ കേറ്. ഹരി, ഇത് മാലിനി. മാലിനി, ഹരി. ഹായ്. തിരക്കൂട്ടിൽ ഇതാ വന്നു. ശരി ശരി, ഇതാ ഇറങ്ങി. നീ ഇതെങ്ങടാ? ആഹാ, കുരുവികൾക്ക് ഈ രാത്രി ഇവിടെ എന്താ കാര്യം? ഒന്നുമില്ല. ഇവളെ നോമിനേഷൻ ഫോമില്ലേ, അതാ ഹരി ഇന്നലെ കോളേജിൽ വെച്ച് കീറിക്കളഞ്ഞതിന്റെ വിഷമത്തിലാ ഇവള്. ഓ അതല്ല, അവനൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു. അവനിപ്പോ അല്ലെങ്കിലും വല്ലാണ്ട് ഞെളിയുന്നുണ്ട്. അതിരിക്കട്ടെ, നീ ഇതെവിടെ പോവാ? അത് വാർഡനോട് പറയല്ലേട്ടോ. നമ്മളെ പോൾസാന്റെ ബർത്ത്ഡേ ആണിന്ന്. അതാണെങ്കിൽ സാറ് രഹസ്യം വെച്ചേക്കാം. അപ്പൊ നമ്മളൊന്ന് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ആദ്യം നന്ദിനി ചേച്ചിയും ലൈബ്രറിനൊക്കെ താഴെ വെയിറ്റ് ചെയ്യാം. ഞാൻ പോട്ടെ, നിങ്ങൾ വാർഡനോട് പറയല്ലേ പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാൻ പോട്ടെ. ബൈ ബൈ. ഏതായാലും ഹരി ചെയർമാനാകുന്ന കാര്യം ഉറപ്പായല്ലോ, അല്ലേ? അല്ലേ? അവൻ ഇങ്ങനെ ചെയർമാനായ പിന്നെ നമ്മുടെ കോളേജിന്റെ പേര് മയക്കുമരുന്ന് വിപണന കേന്ദ്രം എന്നാക്കേണ്ടി വരും. അവനെതിരെ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കൂല. കൂടെ എന്തിനു വീരേന്ദ്രൻ സാറും. அரசியல் சொல்லி கொடுக்கிற கல்லூரியில ஜனநாயகத்துக்கு இடமில்ல. வேடிக்கையல்ல? സാർ, ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ആരെങ്കിലും വേണ്ടേ? ஏன் உங்களோட ஃபார்மர் சேர்பர்சன் நந்தினி இருக்காங்களே. Why not? Drug addicts and hooligans should not win this election. பாரு, தப்பு பண்றவங்க எல்லாரும் ரேஸ்ல ஜெயிப்போன்னு நம்புறாங்க. நல்லது பண்ணணும்னு நினைக்கிற நீங்க ரேஸ்ல கலந்துக்கிறதுக்கே யோசிக்கிறீங்க. Hey, by the way, நாம எதுக்கு டின்னர் இவ்ளோ சீக்கிரமா சாப்பிடுறோம்? Why don't we go out for a drive? என்ன சொல்றீங்க? എനിക്ക് ഉറക്കം ഗുഡ് നൈറ്റ്, സ്ലീപ് ടൈറ്റ്. താങ്ക് യു. ഞാൻ വരുന്നില്ല. ചില പകൽമാന്യന്മാർക്ക് രാത്രി ഞങ്ങളെ കാണുമ്പോ ചൊറിയും. പേടിച്ചിട്ടല്ല, ഞാൻ വരുന്നില്ല. ഓക്കേ, അപ്പൊ നമുക്ക് പോവാലോ. ഓൾ ഫോർ ഓഫ് us. That's nice. Come on. Super 4. അല്ല, ഇത് കഴിഞ്ഞിട്ട് വാടാ, അപ്പുറം സാപ്പിട്ടുக்கலாம். Let's go for a rocking drive. സാറേ, അപ്പൊ പുതിയ സ്റ്റാഫ് അഡ്വൈസർക്കും ചെയർമാനും ചിയേഴ്സ്. ദിവാര പറ. സാറേ, പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ടേ. പോൾ സാറും നന്ദിനി ആദിത്യനും ഒക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. മത്സരിക്കാൻ പോകുന്നു. എന്നാ സാറേ, ഞാൻ വെച്ചേക്കട്ടെ. നന്ദിനി മറക്കാൻ ശ്രമിക്കും തോറും കണ്ണിക്കേറി കുത്തുവാനുള്ള വായ് വായ് വായ്. என்ன நந்தினி, நீ கடல்ல இறங்க மாட்டியா? இல்ல. கடல்ல இறங்கினா தானே அது எவ்வளவு ஆழம் இருக்கும் தெரியும். வாழ்க்கையும் அப்படிதான், இறங்கிதான் பாரு.
പണ്ട് എപ്പോഴോ ചെയർപേഴ്സൺ ആയിരുന്നെന്ന് കരുതി കൂടുതൽ ഉണ്ടാക്കാൻ വരരുതേ കേട്ടോ. Candidates. Chairman Adityan S. Councillor Harida K. Vice Chairman Alina C. എന്താ? ഞാൻ എന്റെ നോമിനേഷൻ പിൻവലിക്കുകയാണ്. അച്ഛാ, ഞാൻ കോളേജിൽ ചെയർമാനായി മത്സരിക്കാൻ പോവാ. അയ്യോ, ആര് പറഞ്ഞു നിന്നോട്? ഹരി. ബെസ്റ്റ്. നിന്റെ എതിരാര്? ആദിത്യൻ. അപ്പൊ നീ വീണ്ടും തോറ്റടാ. എടാ, ഹരി നിന്നെ കുരുതി കൊടുത്തതാ. എന്താടാ? അയ്യോ, അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങാൻ എന്റെ മകന്റെ ജീവിതം ഇനിയും ബാക്കി. ഹലോ എടി, കോളേജിലെ ഇലക്ഷനാ അല്ലേ? ആ അതേടാ. ഹെബിനല്ലേ ചെയർമാൻ കാൻഡിഡേറ്റ്? ആ, നന്നായിരിക്കും. ഇപ്പൊ തന്നെ അവൻ പാതിരാത്രിക്കാ വീട്ടിൽ കയറി വരുന്നത്. ഇനി കഷ്ടകാലത്തിനെങ്ങാനും ജയിച്ചാ പിന്നെ ഇങ്ങോട്ട് വരത്തേയില്ല. ആ എടാ, ഹെബിനെ ഒന്ന് ശ്രദ്ധിച്ചോ. അവന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ലെന്നാ തോന്നുന്നേ. എനിക്ക് സംശയമുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ. ശവാസനമാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് തന്നെ. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 238 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആദിത്യൻ എസ് വിജയിച്ചിരിക്കുന്നു. നിനക്ക് ഞാനും എനിക്ക് നീയും
അത് പോരടി ചക്കരെ. എനിക്ക് ഇന്ന് അറിയണം ഈ നട്ടപ്പാരയ്ക്ക് അവനും അവൾ എവിടെയാ പോകുന്നത്. നമ്മുടെ കാര്യമേ നാട്ടില് പാട്ടാ. ആ വയറലാവട്ടെ. ഓ എന്റെ നീ ഒന്ന് മോഡേൺ ആയിക്കേ. അത് നീ നിന്റെ മക്കളും കൂടി അങ്ങ് മോഡേൺ ആയാ മതി. അയാളെ ഡൈവോഴ്സ് ചെയ്യാനേ മോഡേൺ. മക്കളെ അവൻ അറിയാതെ എന്റെ മോൾ എവിടെയും പോകത്തില്ല. അതവിടെ കാണോ അമ്മ? പോയാ എന്റെ വയലെല്ലാം ഇത് എന്നും ഇന്നെല്ലാം തുടങ്ങിയല്ല. കുറച്ച് ദിവസമായിട്ട് കൊച്ചിന് തിന്നുകയും വേണ്ട, കുടിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ആണ് നിങ്ങളുടെ മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഈ മുറ്റത്തല്ല വന്ന് പറയേണ്ടത്. എന്താടി ഈ മുറ്റത്ത് വന്ന് പറയണ്ടാന്ന്. പിന്നെ എവിടെയാടി പോയി പറയേണ്ടിയേ? ഇവിടുത്തെ അവൻ വിളിച്ചോണ്ട് പോയത് ഞാൻ എവിടെയാടി പോയി പറയേണ്ടിയേ? രണ്ടാം വന്നു ചെല്ലു ചെല്ലു വാടാ. എവിടെയാടാ എന്റെ മോള്? എന്റെ മോൾ എവിടെയെന്ന്? അവളിതുവരെ വന്നില്ലേ? മക്കളെ മീനൊന്നും വാങ്ങിച്ചില്ലടാ. എടാ കിളിമീൻ തന്നെ കിട്ടുമോ നോക്കണേ. പാതിരാത്രി എന്റെ കൊച്ചനെ വിട്ടപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? നിനക്കൊക്കെ മീൻ വേണം അല്ലേ? എന്റെ മോൾ എവിടെ പോയാലെന്താ? നിങ്ങൾ എവിടുന്നാ? സെക്കൻഡ് ഷോയ്ക്ക് പോയത്. എടാ ഈ ഹരിയും ഗാങ്ങും കൂടാനുള്ള സ്ഥലം പോയിട്ട് റൈറ്റ് എടുത്താ. ആ റൈറ്റാ? വളവ് കഴിഞ്ഞ അവിടെ തന്നെ. ചേട്ടാ ഇവനൊക്കെ അങ്ങോട്ട് പോണേ. ഇതെന്ത് കോപ്രായം? സമയം എത്രയായി? ഗസ്റ്റിന് പോണ്ടേ? അവൻ എവിടെ പോയി കിടക്കണു? ചെയർമാൻ അറിയില്ല സർ, എത്ര ഫോൺ വിളിച്ചിട്ടോ എടുക്കുന്നില്ല. എന്താണോ സംഗതി? നേരെ ആദിത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. എന്റെ പൊണ്ണ് സൺഡേ, നീ എത്രാമത്തെ പെണ്ണിനാണ് അടിച്ചോണ്ട് പോന്നെ? നിർത്ത ഇത് വെച്ചോ. ഷൂട്ടിംഗ് മുടങ്ങണ്ട. പിടിക്ക് വേഗം കൊണ്ടുപോക്കോ, ഇല്ലേ തീവ്രവാദികൾ തോക്കില്ലാതെ നിൽക്കുന്നു. പിടിച്ചോ വിട്ടോ ഞാൻ വന്നേക്കാം. അവന്റെ ആൾക്കാരും വന്നില്ലേ? ഇവനെ കോടതിയിൽ ഹാജരാക്കാം. സാറേ അളിയനെ കാണാൻ വന്നാ സാറേ. സത്യമായിട്ടും സാർ ഇവിടെ നിന്നോളാം. കൊറേ നേരായല്ലോ നോക്കുന്നു. അകത്താക്കണോ നിന്നെ? ഇല്ല, ഇവിടെ നിന്ന് കുഴപ്പമില്ലാതെ കാണാം. എന്താ? ആദ്യത്തിന് വേണ്ടി വന്നതാണ്. അതെ, പ്ലീസ് പുറത്തേക്ക്. വക്കീൽ നാളായിട്ട് വക്കീലേ ഈ പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി ജാമ്യം. വക്കീൽ എന്തായി പറയുന്നത്? പോക്സോ കേസിൽ കോടതി ജാമ്യം തിരികെ വാങ്ങിച്ചോ. തൽക്കാലം കോടതിയിൽ ഹാജരാക്കാം. അതേ നടക്കൂ. വാ നമുക്ക് പോവാം. വാ. ജാമ്യം കിട്ടിയില്ലല്ലേ? ഞാൻ വേണമെങ്കിൽ ആരെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം ജാമ്യത്തിന്. എന്നാ പിന്നെ ഞാനും കൊണ്ട് പോക്കോട്ടെ. നീ പോണ്ട. നീ ഇനി സാറിനെ കണ്ടിട്ട് പോയാ മതി. അവിടെ നിൽക്കും. ആദ്യത്തെ സസ്പെൻഷൻ പിൻവലിക്കണം. എന്തിന്? പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു പോക്സോ പ്രതി. എന്നിട്ട് അവരെ ജാമ്യത്തിലെടുക്കാനും വെള്ളപൂശാനും കുറെ മാലാകന്മാര്. സാറേ, ഇവള് വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും. ഇവള് ഈ ക്യാമ്പസിൽ വരുന്ന പഠിക്കാനല്ല, അഴിഞ്ഞാടാനാ. ഇവളുടെ കൂട്ട് അഴിഞ്ഞാടി നടന്നോണ്ടല്ലോ നീ ഇതുപോലൊക്കെ ആകത്താവും. സ്ത്രീകൾ എന്ത് ചെയ്താലും അഴിഞ്ഞാടുകയാണെന്ന് തോന്നുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളെ പോലെയുള്ള മാന്യന്മാരുടെ കുഴപ്പമാണ് സാറേ. മതി. ഇതൊരു ലോ കോളേജാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാവണം. സസ്പെൻഷൻ പിൻവലിക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും പോവാം.
എംഇഎസ് ലോ കോളേജ് ചെയർമാൻ പ്രതിയായ പോക്സോ കേസിന്റെ ജാമ്യ വിസ്താരം ഉടൻ ആരംഭിക്കും. പ്രശസ്തനായ അഡ്വക്കേറ്റ് ഈശ്വറാണ് പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത്. ജാമ്യം കിട്ടുമോ എന്നത് അത്ര ഈസിയായ കാര്യമാണ് സാർ. എന്താണ് കരുതുന്നത്? എന്താ സംശയമുണ്ട്? നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. സാറേ 45 ദിവസം എന്റെ മോൻ ജയിലിലായിട്ട്. ധൈര്യമായിട്ടിരിക്കുമ്പോഴേ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഓരോ ദിവസവും നമ്മൾ കണ്ണു തുറക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ്. അതിൽ തന്നെ കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ കണക്കുകൾ ഭയാനകമാണ്, ഞെട്ടിക്കുന്നതാണ്. ഈ കേസ് തന്നെയാണ് അതിനൊരു ഉദാഹരണം. മൈനറായ വിക്ടിമിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് കസിനാണ്. ആശ്രയവും സംരക്ഷണവുമാകേണ്ട കസിനാണ് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്നിട്ട് അയാൾക്ക് ജാമ്യം വേണമെന്ന്. ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ ഇയാൾ പുറത്തുപോയി എന്തൊക്കെ ചെയ്യില്ല എന്ന് ആര് കണ്ടു? ജാമ്യാപേക്ഷ ഡിസ്മിസ് ചെയ്യണം യുവർ ഓണർ. യുവർ ഓണർ, എന്റെ സുഹൃത്തിന് കേസ് മാറിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്റെ കക്ഷി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് നേരിട്ട് കണ്ടതുപോലെയാണ് ഈ പറയുന്നത്. എന്റെ കക്ഷിയിൽ ഈ കുറ്റങ്ങൾ ആരോപിക്കാൻ എന്ത് തെളിവുകളാണ് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളത്? പോക്സോ കേസിൽ വിക്ടിമിന്റെ മൊഴി മാത്രം മതി. ഇവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ട്. പ്ലീസ് സീ ദ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് യുവർ ഓണർ. വിക്ടിമിന് എവിടെയാണ് മുറിവ് പറ്റിയിട്ടുള്ളത്? മുഖത്ത് പറ്റിയ മിയർ അബ്രേഷൻസ്. ഒരു പക്ഷേ ഈ മുറിവുകൾ വിക്ടിം പ്രതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പിടിവലിയിൽ സംഭവിച്ചായിക്കൂടെ? യെസ് യുവർ ഓണർ. ഇതാണ് നമ്മുടെ പോക്സോ കോടതികളിൽ നടക്കുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നടപടികളിൽ ഒന്ന്. ഒരു കുട്ടിയുടെ നേരെ ഒരാൾ ലൈംഗിക താല്പര്യത്തോടെ ആക്രമിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെക്കാൾ, ക്ഷതങ്ങളെക്കാൾ എത്രയോ അധികമാണ് മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ. ആ മുറിവുകളെല്ലാം അവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. പേഴ്സണാലിറ്റിയെ തന്നെ വികലമാക്കുന്നു, മാറ്റിക്കളയുന്നു. ഇതുപോലെയുള്ള ചിരികളാണ് ആ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം. ഭയത്താൽ, അപമാനത്താൽ എല്ലാം മൂടി വെക്കപ്പെടുന്നു യുവർ ഓണർ. ഇനി അഥവാ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലോ ഈ അന്വേഷണത്തിന്റെ നാൾ വഴികളിലെല്ലാം ഈ കുട്ടിയെ അനുഭവിക്കേണ്ടി വരുന്ന അപമാനങ്ങൾ, ചോദ്യങ്ങൾ. ഒരു കണക്കിന് ഇന്ന് വിക്ടിം വരാതിരുന്നത് നന്നായി യുവർ ഓണർ. ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വന്നില്ലല്ലോ. തന്റെ ഈ വാദങ്ങളെല്ലാം പൊളിയുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നാടകം നന്നായി. വേണമെങ്കിൽ സിനിമയിലൊക്കെ ഒന്ന് ശ്രമിക്കാം. എന്താ ഇത്? കോടതിയാണെന്ന കാര്യം നിങ്ങൾ മറക്കുന്നു. പോക്സോ കേസുകളിൽ മൊഴി മാറ്റി പറഞ്ഞ എത്രയോ കേസുകളുണ്ട് യുവർ ഓണർ. മാർക്ക് കുറഞ്ഞതിന് ശകാരിച്ചതിന്റെ പേരിൽ, പ്രണയം കണ്ടുപിടിച്ചതിന്റെ പേരിൽ, മൊബൈൽ ഫോൺ ഉപയോഗം തടസ്സപ്പെടുത്തിയതിന്റെ പേരിലൊക്കെ പോക്സോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഇന്നും ജയിലിൽ കഴിയുന്ന എത്രയോ നിരപരാധികൾ ഈ നാട്ടിലുണ്ട്. സർ, എനിക്ക് ബോധിപ്പിക്കാനുള്ളത്, ഈ നിൽക്കുന്ന എന്റെ കക്ഷി അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ തന്നെ 45 ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു. എനിക്കും ഇതുപോലെ ഇവന്റെ ഇതേ പ്രായത്തിലുള്ള മകനുണ്ട് സർ. ചിലപ്പോൾ നാളെ നമ്മളെ പോലെയോ ഒരുപക്ഷെ അങ്ങയുടെ സ്ഥാനത്തോ ഇരിക്കേണ്ട ഇയാൾ നാളെ മാറിയേക്കാവുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജയിലിൽ കിടന്ന് ജീവിതം നഷ്ടപ്പെട്ടാൽ ആരാണ് സർ ഉത്തരവാദി? അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന നഷ്ടത്തിന് ആരുത്തരം പറയും? എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട പ്രോസിക്യൂഷൻ കൗൺസിൽ പറയുമോ? അങ്ങേക്കോ എനിക്കോ പറയാനാവുമോ? നോട്ടീസ് കൈപ്പറ്റിയിട്ടും കോടതിയിൽ ഹാജരാവാത്ത ഒരു സോ കോൾ വിക്ടിമിന്റെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇനിയും ഇയാളുടെ ജീവിതം തകർക്കണോ സർ? ബെയിൽ മേ ബി ഗ്രാൻഡഡ് യുവർ ഓണർ. ബെയിൽ ഗ്രാൻഡഡ്. എടാ ആദി, എണീറ്റ് കഴിച്ചേ. കോളേജിൽ പോകാൻ സമയമായി. എണീറ്റ് വാടാ. രാവിലെ തന്നെ പോൾ സാറിന്റെ ക്ലാസ്സാ. നിന്നെയും കൊണ്ട് ചെല്ലാമെന്ന സാറ് ഞാൻ വാക്ക് കൊടുത്തേക്കുന്നത്. ആൾക്കാരുടെ നോട്ടം കണ്ട ഞാൻ ശരിക്കും റേപ്പിസ്റ്റാന്ന് തോന്നൂല്ലേ? എടാ അതൊക്കെ മാറോടാ. മാറുമെന്ന് നിനക്കെന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നാട്ടുകാരുടെ പരിഹാസം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോലും പോവാണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നത്. പുറത്തിറങ്ങാനും പോലും വയ്യ. കൂടാണെന്നുള്ള ബ്രേക്ക് പോലും ഇപ്പൊ ഞാൻ എവിടെയാ നോക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാടാ? ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നീ പോൾ സാറിന്റെ അടുത്തോടെ അതാണെങ്കിൽ സാറ് തന്നെ നോക്കിയോളൂ. അതിന് നീ ഇവിടെ ഫുഡും കഴിക്കാൻ എന്ത് കാണിക്കാനാ? നീ കോളേജിലോട്ട് വരുന്നില്ല അപ്പോ? ഞാൻ പോൾ സാറ് പറഞ്ഞോളാം.
ഓടിക്കൂലേ? കഴിച്ചോ ആർക്കും കൊടുക്കാതെ കഴിച്ചോ. ബുദ്ധി ഉപയോഗിക്കണം. നിനക്ക് പിന്നെ ഭയങ്കര ബുദ്ധിയാണല്ലോ. അത് കളിച്ചോക്ക്. നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. വെയിലത്ത് നിൽക്കണം, തണുത്ത് പോയി തള്ളാം. എവിടെ നിന്നാ വന്ന് കയറിയത്? പൊട്ടിക്കട്ടാ? പൊട്ടിക്കാം. പൊട്ടിക്കാം. ഹാൻഡ്സ് അപ്പ്. വരുന്നിതാ. ആരും ചേട്ടാ തോക്കാണ് പൊട്ടും. അടിക്കരുത്. പൊട്ടിക്കാം. ഓ, ഇവന്റെ ടീമായിരുന്നു. ശരി സാർ. വീരേന്ദ്രൻ സാറാ. പണി ഇതൊന്നും പോരാ. അലയും പറ, ഞാൻ കൂടെ ഇല്ലേ? നദി എവിടെ? അവള് പിണങ്ങിയിരിക്കുക. ഒന്നും വേണ്ടെന്ന്. അവക്ക് അമ്മൂസിന്റെ കൂടെ കളിക്കണമെന്ന്. ഒരിക്കൽ ഞാൻ പറഞ്ഞതല്ലേ. നന്ദിനി ഇന്നലെയും വിളിച്ചിരുന്നു. അവരുടെ കോളേജിലെ ആർട്സ് ഫെസ്റ്റിവലിന് നമ്മുടെ പിള്ളേരെ കൂടി പങ്കെടുപ്പിച്ച അവര് നമുക്ക് ഫണ്ട് തരാമെന്ന്. പിള്ളേരെ കൊണ്ടുപോയി കളിപ്പിച്ച് ഫണ്ട് ശേഖരിക്കേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല. പ്രോഗ്രാമിന് നദി കൂടി വേണമെന്ന് നന്ദിനിക്ക് ഒരേ നിർബന്ധം. എന്റെ കാലം വരെ അവരെ പോറ്റാൻ മറ്റാരും കഷ്ടപ്പെടണ്ട. എന്റെ പെൻഷൻ മതി. അതിനുശേഷം അതുകൂടി കരുതണമല്ലോ. കൊച്ചുമക്കളുടെ ജീവിതമല്ലേ. ആയിക്കോട്ടെ, ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നദിയെ വിളിക്ക്. നദി, എഴുന്നേറ്റ് വാ. അപ്പൂപ്പൻ സമ്മതിച്ചു. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ പുഞ്ചിരി നെയ്യും നേരങ്ങൾ മഞ്ചലിലേറെ പോരുന്നേ. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ പുഞ്ചിരി നെയ്യും നേരങ്ങൾ മഞ്ചലിലേറി പോരുന്നേ. തണൽ വീഴും തീരത്ത് ഒത്തൊരുമിക്കും നാം ഒന്നായി മുത്തുകൊരുക്കും സ്നേഹത്തിൽ ഒത്തിരി വർണ്ണം ചേരുന്നേ. മധുരമായി നാളെ ഒരു നാൾ ഉള്ളിലുണരും ഓർമ്മയിതാവാ. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ പുഞ്ചിരി നെയ്യും നേരങ്ങൾ മഞ്ചലിലേറി പോരുന്നേ. ഈ തണൽ വീഴും തീരത്ത് ഒത്തൊരുമിക്കും നാം ഒന്നായി മുത്തുകൊരുക്കും സ്നേഹത്തിൽ ഒത്തിരി വർണ്ണം ചേരുന്നേ. ചാഞ്ഞ തോളിൽ കോർത്ത കൈയിൽ കൂട്ടുപോരും മാനസങ്ങൾ. വേഗങ്ങൾ തേടാമീ പടവെല്ലമേറാം, നൂറതിരുകൾ താണ്ടിടാം, കൊണ്ടാടി തീരാത്തൊരാഘോഷം കൂടാൻ എല്ലാരും ഒന്നായി വന്നോളൂ. ഇങ്ങിക്കാലം മായും മുന്നേ. പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ പുഞ്ചിരി നെയ്യും നേരങ്ങൾ മഞ്ചലിലേറി പോരുന്നേ. ഈ തണൽ
കണൽ വീടും തീരത്ത് ഒത്തൊരുമിക്കും നാം ഒന്നായി മുത്തുകൊരുക്കും സ്നേഹത്തിൽ ഒത്തിരി വർണ്ണം ചേരുന്നേ മധുരമായി ഒരു നാൾ ഉണരും പഞ്ചമിരാവിൻ പൂന്തിങ്കൾ നെഞ്ചിലെ വാനിൽ പൂക്കുമ്പോൾ പുഞ്ചരിതയും നേരങ്ങൾ മഞ്ചലിലേറി പോരുന്നേ ഈ കണൽ വീഴും തീരത്ത് ഒത്തൊരുമിക്കും നാം ഒന്നായി മുത്തുകൊരുക്കും സ്നേഹത്തിൽ ഒത്തിരി വർണ്ണം ചേരുന്നേ അതങ്ങനല്ല, ശരിയായിട്ടില്ലെന്ന്. എണീത് സാറേ, സാറൊന്ന് കാണിച്ചാ സാറേ, എനിക്ക് അറിയാൻ പാടില്ലാത്തുണ്ടല്ലോ. തന്നെ കാണിച്ചു തരണല്ലേ. കണ്ടോ തവളച്ചാട്ടം എങ്ങനെയാണ്? എന്താണ് ശരിക്കും സർ, ഇവനാണ് തോക്കുമായി കോളേജിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സാർ നീ എന്തിനാണ് അവരെ വെടിവെച്ചത്? സാർ ഞാനല്ല സാർ, എനിക്ക് വെടിവെക്കാൻ അറിഞ്ഞൂടാ സാർ. പിന്നെ നിനക്കെങ്ങനെ തോക്ക് കിട്ടിയത്? സാർ ഇത് കളിത്തോക്കാണ് സാർ, സിനിമാ സെറ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നത്. സിനിമാ സെറ്റ്? സാറേ ഞങ്ങളെ ഒന്ന് ഇറക്കി വിടും സാറേ. മതസൗഹാർദ്ദം പറഞ്ഞ് മൂന്നും കൂടെ മോട്ടിക്കാൻ ഇറങ്ങിയിരിക്കുക രാത്രിയിൽ. കേറാൻ പറ്റില്ലക്ക, ഇപ്പൊ കാണാൻ പറ്റില്ലക്ക. നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്കിപ്പോ വേണ്ടക്ക. മോള് കഴിച്ചോ? സാർ അതെല്ലാം വേണ്ട. അതാ കഴിച്ചോ? വേണ്ട വേണ്ട. സ്പൈനൽ കോഡിന്റെ ഒരു ഭാഗത്താണ് വെടിയേറ്റിട്ടുള്ളത്. ഷീ ഈസ് സ്റ്റിൽ ഇൻ ദ ക്രിട്ടിക്കൽ സ്റ്റേജ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സർ, ഞാനല്ല ചെയ്തത്. അപ്പൊ എന്തിനാ സാർ അത് ചെയ്യിച്ചത്? അപ്പയുടെ പ്രശ്നത്ത് ആനപ്പുറത്തിരുന്ന് തഴമ്പടെന്ന് പറഞ്ഞ് മോൻ അങ്ങനെ രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിക്കണ്ട. വിരോധമുണ്ടെന്ന് പറഞ്ഞ് കൊന്നു തള്ളാന്ന് വിചാരിച്ചോടത്. അല്ല സാർ. അല്ല, ഇവനോട് ചോദിക്കുമ്പോ സാറിന് എന്തിനാ സാറേ കൊള്ളുന്നത്? നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയാതെ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. നീ ഒന്ന് പുറത്തു പോയി നിൽക്കും. നിന്റെ സാറെന്താ പറയുന്നു കേക്കട്ടെ. പറ, സാറ് പറ. അവ കേക്കത്തില്ല. എന്തിനാ സാറേ വെടിവെച്ചത്? സാറിനറിയാലോ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനത് പറയിപ്പിക്കും. പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് അതായത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മാന്യമാരല്ലേ സാറേ? സാറ് പറ, തോക്ക് എവിടുന്ന് കിട്ടി? അല്ല, കിണ്ണം തോക്കാണല്ലോ. ഉണ്ടായാലും അറിയാം.
വിഞ്ചസ്റ്റർ. സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആ, വിശ്വസിക്കാം. എനിക്ക് അവളോട് വൈരാഗ്യം ഉണ്ടായിരുന്നുള്ളത് ശരിയാ. മറ്റേ പ്രേമനിരാശം അല്ലയോ? സാറിനറിയോ, അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളുടെ അച്ഛൻ എന്നെ എൻ്റെ അമ്മയും തല്ലി ചതച്ചു. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. എൻ്റെ പഠിത്തം വരെ മുടങ്ങി. പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ ഞാൻ LLB ഒക്കെ എഴുതി പാസ്സായത്. അതുകൊണ്ടാണ് താൻ ഇതെല്ലാം ചെയ്തത്. സാർ, അവളോടുള്ള വൈരാഗ്യം കാരണം ഞാൻ കല്യാണം പോലും കഴിക്കാതിരിക്കുന്നത്. എന്റെ ഈ ദുശീലങ്ങൾക്കെല്ലാം കാരണം അവളാ. താൻ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കുറെ നാൾ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ വന്നപ്പം കണ്ട കോപ്രായത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് തന്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എല്ലാത്തിനും കാരണം അവളാന്ന് പറഞ്ഞാൽ താൻ ഏത് കോപ്പിലെ പ്രൊഫസറാണോ? നാളത്തെ നിയമജ്ഞരെ വാർത്തെടുക്കേണ്ട നിയമ പ്രൊഫസർ. താനൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? അവനെ വിളിക്കും. എനിക്കും കുറെ പ്രേമനിരാശയൊക്കെ ഉണ്ടോ എന്നും പറഞ്ഞ് ഞാനാരെയും കൊല്ലാനൊന്നും പുറകെ നടന്നിട്ടില്ല. സത്യമാണ് സാർ, ഞാനല്ലത് ചെയ്തത്. ആ, സാറ് കുറച്ച് പുറത്തേക്ക്, ഞാൻ വിളിക്കാം. സാറേ, എന്തിനാ പോലീസ് വിളിപ്പിച്ചേ? അവളെ വെടിവെച്ച ഞാനാണെന്ന്. അയ്യോ സാറാ. ഞാനൊരു കാര്യം പറയാം. അവിടെ ചെന്ന് ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? എനിക്ക് പേടിയാവുന്നു സാറേ. ഞാൻ പറഞ്ഞൊന്നും അയാൾ അറിയണ്ട. നിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇനിയും കൂടെ നടന്ന നിന്റെ കാര്യം പോക്കാം. വാ, നടക്ക. ആ, വിനോദിനി ടീച്ചറോ? ഇവനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ കാണും. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങല ടീച്ചറെ? ആ, എന്താ ടീച്ചറെ, പേടിയുണ്ടോ? എന്നാ നമുക്ക് തുടങ്ങാം. ഇല്ല, സാറ് വയ്ക്കും, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. ഞാൻ കുറച്ച് നാൾ ക്ലാസ്സിൽ പോണില്ല, വീട്ടിൽ നിൽക്കാം. நீ ஒன்றும் வரி பண்ணிக்காத. ஆதித்யா என்கிட்ட தான் தங்கியிருக்கான். எக்ஸாமினேஷனுக்கு அங்கே தான் ப்ரிப்பேர் பண்ணிட்டு இருக்கான். ஸோ ஈவன் நந்தினி கேன் ஸ்டே அட் மை பிளேஸ். ஐல் டேக் கேர். இஃப் நீட் பி ஆதித்யா ஆல்சோ வில் ஹெல்ப் மீ. யூ டோன்ட் வரி, ஷீ இஸ் வெரி சேஃப். உங்க அம்மாவை பார்த்துக்கிறது என்னோட பொறுப்பு. ஏன் நம்மளோட பொறுப்பு, என்ன சொல்ற? ஆல் சார்ட்டட். उस्मान का ആരുടെ ഒരുണ്ട വേസ്റ്റായി. போலாம், டைம் ஆகுது. എനിക്ക് ഇതിനൊന്നും വയ്യ. நந்தினி, இது பாரு, இவ்வளோ ரிலாக்ஸ்டா சோகத்துல இருந்தா வேலைக்கு ஆகாது. ஃபைனல் எக்ஸாம்ஸ் வேறு வருது, அதுக்கு முன்னாடி மூட் கோட் சுறுசுறுப்பா இருக்கணும். யாரு இன்டர் காலேஜ் கிரிக்கெட் டோர்னமெண்ட் வருதுல்ல, கேப்டன்சி போனா என்ன? ஃபோக்கஸ் ஆன் த கேம். ഇപ്പൊ ആരാ ക്യാപ്റ്റൻ? ഹെബൻ, കൗൺസിലോട് തീരുമാനം. അല്ലെങ്കിൽ ഞാനൊന്ന് ഉത്സാഹിക്കണം. ട്രോഫി ജയിലിൽ കൊണ്ടുപോകാനാ. എന്തോന്ന്? എന്താന്നാ, ജയിലിൽ പോയാലേ എനിക്ക് ഇത് തന്നെയല്ല അവസ്ഥ. ഇതുപോലെ ചെയ്ത് അരഞ്ഞു തീരും, പരോള് പോലും കിട്ടൂല. அதை பத்தி நீ யோசிக்காத. അല്ലെങ്കിൽ നീ എന്തെങ്കിലും കുറ്റം ചെയ്തോ? ചെയ്തോ ഇല്ലയോ എന്നതിലല്ലോ, പോക്സോ കേസല്ലേ, പെട്ട്. പൊട്ടുതൊട്ടൊരുങ്ങി നിന്നു വിൺമേലെ, പട്ടിളം വെയിൽ പരന്നു മണ്ണിലാകെ. ദൂരെ നിന്ന് പാറിയിങ്ങ് വന്നതാരോ, പച്ചിലപ്പടർപ്പിലുള്ളൊതുക്കി നിന്നോ. കാറ്റിനൊത്തു നീങ്ങിടുന്ന തൂവലാകാം, മാരിവിൽ കവർന്നെടുത്തു തോണിയാക്കാം. കാട്ടുചോലമിട്ടുമിമ്പമാർന്ന പാട്ടും കേട്ടു കേട്ടു നൊമ്പരം മറന്നിരിക്കാം.
ಬಂದಲ ಸಂಗಡ ಬಂದಲ ನಂಗಳ ಕಾಪದೆ ನನ್ನ ಮಣ್ಣುವೆ ಕಾಡಿಲೆ ಹೊಳೆಯಿಲೆ ಬರೆಯುತ್ತೆ ಹುಯ್ತೆ ಗಾಯ್ತದೆ ಕಾಡಿಲೆ ಹೊಳೆಯಿಲೆ ಬರೆಯುತ್ತೆ ಹುಯ್ತೆ ಗಾಯ್ತದೆ ಸಂತೋಷ ಬಂದಲ ಸಂಗಡ ಬಂದಲ ನಂಗಳ ಕಾಪದೆ ನನ್ನ ಮಣ್ಣುವೆ മൂഡ് കോർട്ടിൽ തോറ്റാൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ പറ്റില്ല. മൂഡ് കോർട്ട് ചെയർമാൻ സ്ഥാനം വീരേന്ദ്രൻ ചോദിച്ചു വാങ്ങിച്ചത് എന്നെ തോൽപ്പിക്കാനാണോ? Excuse me. Moot court is the replica of original court. കോടതിയിൽ ഇരുന്നുകൊണ്ടാണോ വാദിക്കാൻ പോകുന്നത്? First you should learn to keep the decorum of the court. Let her sit. There is no protocol violation. I think she can sit. No, I won't allow you. If you want to submit the arguments, you should stand in front of the honorable court. Your Honor, respected members of the court and fellow participants, we advocate for the recognition and legalization of same-sex marriage, denying the same-sex couple the right. Okay, next candidate. No, sir, please let me complete. ഇത്തരം ഒരു അവസരത്തിൽ ഏതൊരു കോടതി അനുവദിക്കും സർ? ലെറ്റ് മി കറക്റ്റ്. മനസാക്ഷിയുള്ള ഏതൊരു കോടതിയും. പ്ലീസ് സർ. You can proceed. Thank you, sir. Every person, whether male, female, or LGBTIQA, should have the freedom to choose one's own life partner. Our society prides itself on the principles of equality and individuality. In such a society, who has got the right to say that one has to choose one's life partner according to someone else's will? ഇതാണോ ആർഗ്യുമെന്റ്? ഇതൾ കൊഴിഞ്ഞ് അകമുലഞ്ഞ് സ്വയമെരിഞ്ഞ പൂവിൻ മനമറിഞ്ഞ് കുളിരലിഞ്ഞ വിരലൊഴിഞ്ഞ മഞ്ഞും ഇരുൾ പരന്ന് വഴിമറന്ന് നീരണിഞ്ഞ കണ്ണിൽ ചിരി വിരിഞ്ഞ് നിറമണിഞ്ഞ് അഴകുണർന്നു വീണ്ടും മുറിവ് മായും നിമിഷമായോ അരികിലീറൻ നിറനിലാവോ മുറിവ് മായും നിമിഷമായോ അരികിലീറൻ നിറനിലാവോ ആവേശജലമായ മത്സരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ചിറ്റൂർ ലോ കോളേജിന്റെ 142 നടന്ന സുപ്രീം കോടതി മുമ്പിൽ
പകച്ചു നിൽക്കുന്ന തെമീസ്ലോ കോളേജിന് വേണ്ടി ഇപ്പോൾ ക്രീസിൽ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ കെവിൻ തന്നെയാണ്. ക്രീസിന്റെ ഒരു ഭാഗത്ത് കൂടുതൽ റൺസ് നേടാനായില്ലെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഉറച്ചു നിൽക്കുന്ന ഹരിക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ ക്യാപ്റ്റൻ കെവിനാകുമോ? കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. വേണ്ട, ഇതാ അധികം കാത്തിരിക്കേണ്ട ആവശ്യം വന്നില്ല. ഡെക്കിന് വെറും 0 പവനിലേക്ക് മടങ്ങേണ്ട നാണംകെട്ട അവസ്ഥയാണ് ക്യാപ്റ്റൻ കെവിന് വന്നിരിക്കുന്നത്. ഇതാ കെവിന് പകരം ക്രീസിലെത്തുന്നു ഹരിത. മറ്റൊരു നാണക്കേട് കൂടി തെമീസ്ലോ കോളേജിന് സമ്മാനിച്ച് 0 പവനിലേക്ക് മടങ്ങുന്ന 4ാമത്തെ ബാറ്റ്സ്വുമനായി മാറിയ ഹരിത. ഇതാ ഹരിക്ക് സപ്പോർട്ടായി എത്തുന്നു തെമീസ്ലോ കോളേജിന്റെ ഈ മുൻ ക്യാപ്റ്റൻ എന്ത് ചെയ്യും? പ്രായോഗികമായി പറയുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാലേ ഇനി തെമീസ്ലോ കോളേജിന് ഈ കളിയെ ഒരു മത്സരം എന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയൂ. തനിക്ക് നേരെ വരുന്ന കൂരമ്പുകളെ കഴിയുമോ? തന്റെ ആദ്യ പന്തിൽ തന്നെ തനിക്കിനി വേസ്റ്റ് ചെയ്യാൻ സമയമോ ബോളോ ഇല്ല എന്ന് പറഞ്ഞ് ആദിത്യൻ തെമീസ്ലോ കോളേജിന്റെ പ്രതീക്ഷ ഒരു പടികൊണ്ട് 6 കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇതാ കോളേജിന്റെ പ്രതീക്ഷകൾക്ക് ചിറകുകിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഇതാ അടുത്ത ഗോളടിച്ചിരിക്കുന്നു. ആദിത്യൻ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. തെമീസ്ലോ കോളേജിന് വേണ്ടി ആദിത്യൻ ഇതാ വീണ്ടും 6 അടിച്ചിരിക്കുന്നു. ഈ ബാറ്റ്സ്മാന്റെ ബാറ്റിൽ നിന്നും 6ഉം 4ഉം മാത്രമേ വിടുകയുള്ളൂ എന്ന് തോന്നും. ആദിത്യന്റെ ബാറ്റിൽ കണ്ടാൽ റണ്ണുകളുടെ പൂത്തിരികത്തിച്ചിതാ കുതിക്കുന്നു. പ്രതീക്ഷകളുടെ ചിറകിലേറിയതാ കുതിക്കുന്നു തെമീസ്ലോ കോളേജ്. കളിയാണ് ക്രിക്കറ്റ് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തെമീസ്ലോ കോളേജ്. പരാജയത്തിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് കൂട്ടുകുത്തുകയായിരുന്ന തെമീസ്ലോ കോളേജിനെ തന്റെ ബാറ്റിന്റെ ഭയാജാലം കൊണ്ട് വിജയത്തിന്റെ കൊടുമുടി സ്വപ്നം കാണാൻ ആദിത്യൻ പ്രാപ്തനായിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. 10 സെഞ്ചുറി പിന്നിട്ട ഹരി ആദിത്യൻ ബാറ്റിംഗ് കൂട്ടുകെട്ടിലാണ് തെമീസ്ലോ കോളേജിന്റെ പ്രതീക്ഷ മുഴുവനും. ആവേശജലമായ മത്സരമാണ്. ആര് ജയിക്കുമെന്ന് കണ്ടറിയാം. 2 ബോളിൽ നിന്ന് 4 റൺസ് സാധ്യമായ ഒരു ലക്ഷ്യം. ഇതാ ഒറ്റ 4, 1 ബൗണ്ടറി തെമീസ്ലോ കോളേജ്. ഈ ആദിത്യൻ എന്താണ് കാണിക്കുന്നത്? ഈ നിർണായക നിമിഷത്തിൽ ബൗണ്ടറി അടിക്കുന്നതിന് പകരം ഒരു സിംഗിൾ എടുത്ത ആനമണ്ഡത്രമാണ് ആദിത്യൻ കാണിച്ചിരിക്കുന്നത്. ഹരിയിലേക്കാണ് പ്രതീക്ഷ. ഹരി കഷ്ടം. ഹരിക്ക് അവസാന ബോൾ ബൗണ്ടറിയിലേക്ക് പായിക്കാനായില്ല. ഇതാ 1 റൺസ് എടുത്തിരിക്കുന്നു. ആദിത്യൻ 2ാം റൺസിന് ഓടുന്നു. ഇതാ ഇവിടെ 3ാം റൺസിന് വേണ്ടി റൺ ഔട്ട് ആകാതെ ആദിത്യൻ ഇതാ രക്ഷിച്ചിരിക്കുന്നു. അവിശ്വസനീയം, അനിർവചനീയം. തെമീസ്ലോ കോളേജ് വിജയിച്ചിരിക്കുന്നു. ഹരിയും ആദിത്യനും ചേർന്ന് വിജയിപ്പിച്ചിരിക്കുന്നു. தம்பி அப்பா வந்தாச்சு. அதுக்கு பாட்டி நீ வந்துட்டியா? எத்தனை நாளாச்சுடா உன்னை பார்த்து. அம்மா இறந்ததுக்கு அப்புறம் நீ இங்க வந்ததே இல்லையே. நீ இங்க இருந்திருந்தா எனக்கு இந்த நிலைமை வந்திருக்குமா? ஐயா ஹரி வந்தாச்சு. என்ன நான் போய் பார்க்கணுமா? Hi, Hari. How can I help you?
ഇന്ന് ജീവിതം നശിച്ച പോർക്കളം, ഇന്ന് ജീവിതം, ഇന്ന് ജീവിതം നശിച്ച പോർക്കളം, ഇന്ന് ജീവിതം. സപ്ലിയുണ്ട് കയ്യിലേറെ, ഭാരമുണ്ട് തലയിലേറെ, മർദ്ദമുണ്ട് വീട്ടിലേറെ. 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 ഭൂതകാലം നോക്കിയിരിക്കേണ്ട പോട്ടെ കോപ്പ്, ഭാവി കാലം ഇന്ന് മുന്നിലുണ്ട് ഒരു ഹോപ്പ്. വർത്തമാന കാലത്തിന് വർത്തമാന സ്റ്റോപ്പ്, തുടങ്ങിക്കോ ഇന്ന് നിന്റെ ഹാർഡ് വർക്കിംഗ് ലൂപ്പ്. ഭൂതകാലം നോക്കിയിരിക്കേണ്ട പോട്ടെ കോപ്പ്. അടവുകൾ അടവുകൾ എല്ലാം താണ്ടി, പടവുകൾ അടവുകൾ എല്ലാം കേറി, അടവുകൾ തടവുകൾ എല്ലാം പയറ്റി, തടവുകൾ അടവുകൾ എല്ലാം പയറ്റി. കനവുകൾ അടവുകൾ എല്ലാം താണ്ടി, പടവുകൾ അടവുകൾ എല്ലാം കേറി, അടവുകൾ തടവുകൾ എല്ലാം പയറ്റി. പോരാട് നേരാട് നെഞ്ചോട് നീയാട്, കണ്ണില്ല രാജ്യത്ത് നന്നായി നീ വാഴ്, നേരില്ല രാജ്യത്ത് നേരായി നീ വാഴ്. പോരാട് നേരാട് നെഞ്ചോട് നീയാട്, കണ്ണില്ല രാജ്യത്ത് നന്നായി നീ വാഴ്, നേരില്ല രാജ്യത്ത് നേരായി നീ വാഴ്. ഇക്ക, എനിക്കിനി ഇവിടെ പഠിക്കാൻ പറ്റില്ലല്ലോ. ഞാനും പോവാ മോളെ. 10-45 കൊല്ലമായാലും ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊരു എന്റെ പൊന്നു മോള് പോയ പിന്നെ എനിക്ക് ആദ്യമായിട്ട് എങ്ങനെ ഒരാൾ മേടിച്ചിരുന്നു. എന്റെ മോളെ പോലെ കണ്ടോട്ടെ. എടി വേഗം ഇറങ്ങ, നീ അവിടെ എന്തെടുക്കുവാ? സമയം പോകുന്നു. എടി നമ്മളിപ്പോ വിളിക്കുമെന്ന് വരാൻ. എന്തെടുക്കുമായിരുന്നു ഇതുവരെ? നീ എന്തേ കാണിക്കുന്നു? മര്യാദക്ക് വരാൻ. ഹായ് അതേട്ടാ. ഹായ്. മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആന്റിക്ക് ചിറക്. ആന്റി ഒന്ന് പറഞ്ഞു കാണിക്കൂ പ്ലീസ് ആന്റി. അയ്യോ ഇതാരാ? 10 കാലം രാവണനങ്കിൾ. Maybe not at your honor. രാക്ഷസന്മാര്. മോളെ മോളെ ഇനി സംസാരിക്കണ്ട. എന്താ സംസാരിച്ചാല്? ഇത് തന്നെയാണ് എന്റെ കേസ്, യുവർ ഓണർ. വിറ്റ്നസ് മയക്കുമരുന്നിന് അടിമയാണ്, മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കണം. പ്രോസിക്യൂഷൻ അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് ഒരു വിറ്റ്നസിനെ കോടതി ഹാജരാക്കുന്നത്. ഇത് തന്നെയാണ് എനിക്കും കോടതിയെ ബോധിപ്പിക്കാനുള്ളത്. എന്റെ കക്ഷിയെ പ്രതി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിലുണ്ടായ മാനസിക ആഘാതത്തിൽ നിന്നും കുട്ടി ഇതുവരെ മുക്തമായിട്ടില്ല. സാക്ഷിയെ പുറത്തു നിർത്തും. വിക്ടിമിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. എനിക്കൊരു അസുഖമില്ല. മരുന്ന് കഴിക്കാൻ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. എഴുന്നേക്ക്. എങ്ങനെയുണ്ട് മോളെ? മോള് ഭയങ്കര വാശിയില്ല. ഞാൻ കൊടുത്തോളാം. ശരി. ഇത് കഴിക്കും മോളെ. എനിക്ക് കോടതി പോണം. എന്തിനാ എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കണേ? എന്നെ ഒന്ന് തല്ലിയല്ലോ ആദ്യേട്ടൻ. നിങ്ങൾ എന്തൊക്കെയാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ?
എനിക്കിത് കോടതി പറഞ്ഞേ പറ്റൂ. എത്തിയല്ലോ. സർ. Hey, congratulations. Oh, thank you. Wow. எத்தனை நாள் கனவு. Finally LLB எக்ஸாம்ஸ் பாஸ் ஆயாச்சு. So, நீங்க அபிஷியலா அட்வொகேட் நந்தினி LLB ஆக போறீங்க. താങ്ക് യു. ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം സാറിനാണ്. Come on, don't be modest. It's all your hard work. Hey, அடுத்த மாசம் என்ரோல்மெண்ட் இருக்கு, ஞாபகம் இருக்குல்ல? ஆமா, என்னாச்சு? நீங்க எல்லாம் ஏதோ உங்க மூஞ்சிய உம்மன் தொங்க போட்டு வச்சிருக்கீங்க. ആക്ച്വലി ഇവര് ന്യൂസിലാൻഡിൽ പോവാണ്, അതിന്റെ വിഷമ. எப்போ? നെക്സ്റ്റ് സൺഡേ. ஓ, அப்புறம் என்ன? You gotta be single. Jingle jingle, ready to mingle. Independent, ஜாலியா இருக்கலாம். It's the most happiest thing to happen. அப்படி போடு. Then it's time to say bye to Anandapuram. அப்போ இந்த சாரு புது இடத்துக்கு போறான். New adventures, new friends. You guys are such a sweetheart. Thank you so much for treating me so well. Nandini, bill pay பண்ணிடு. ஜூஸ் நல்லா இருக்கு. Okay guys, bye. സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതെന്താ പെട്ടെന്ന്? സർ Bye. ഹലോ, ഇതുവരെ കിട്ടിയിട്ടില്ല. അവൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഒരു സഹായത്തിന് ആദ്യം വിളിക്കട്ടെ. ഇതുവരെ സഹായിച്ചതൊക്കെ മതി. പൊന്നുപോലെ വളർത്തിയത് ഞാൻ എന്റെ മോളെ. നിന്റെ മോനും മരുമോനും കൂടി ഈ പരുവത്തിലാക്കിയില്ലേ. ഇനി ഒരു സഹായം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും വേണ്ട. എന്നെ ആരും അന്വേഷിക്കാൻ വേണ്ട, എനിക്ക് ആരും കാര്യം അറിയാൻ വേണ്ട. എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത്. അത് ഞാൻ സഹിച്ചോളാം. നിന്റെ ആളെ മരിക്കുമ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? എല്ലാം അവൻ ആദ്യത്തെ നോക്കിക്കോളൂന്ന്. എന്നിട്ടെല്ലാം നോക്കിയല്ലോ. കൊള്ള കൂട്ടങ്ങള്. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവാതെ. എന്റെ മോളെ കൊന്നാ സാറേ. അവളുടെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ അറിയാം. Sir, it is the death certificate of the survivor.
Now I can say she is no longer a survivor, but a deceased victim. യുവർ ഓണർ, ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പ്രതിക്ക് ജാമ്യം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അവൾക്ക് ഈ ദുർഗതി വരില്ലായിരുന്നു യുവർ ഓണർ. ആരാണ് അവളുടെ മരണത്തിന് ഉത്തരവാദി? അവരാരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ നിയമ സംവിധാനം അമ്പേ പരാജയമാണെന്ന് സമ്മതിക്കേണ്ടി വരും യുവർ ഓണർ. വളരെ നന്നായിരിക്കും, വളരെ വളരെ നന്നായിരിക്കും. വിക്ടിം മരിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. അവരുടെ മരണത്തിന് ഞാനോ എന്റെ കക്ഷിയോ എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? ഞങ്ങൾക്കെതിരെ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രോസിക്യൂഷന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? തെളിവുണ്ട് യുവർ ഓണർ. പ്രതിയുടെ ജാമ്യ വിസ്താര വേളയിൽ ഇവിടെ വിസ്താരത്തിനിടയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട കോടതികൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന മൊഴി എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അന്നിവിടെ പറഞ്ഞത്. ജാമ്യത്തിലിറങ്ങിയ പ്രതിയും കൂട്ടരും വിക്ടിമിനെ മാനസികമായി പീഡിപ്പിച്ച് കോടതിയിൽ കള്ളസാക്ഷി പറയുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു. അതിന്റെ മാനസിക ആഘാതത്തിൽ മനം നൊന്ത് മയക്കുമരുന്നിന് അടിമയായാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. പ്രോസിക്യൂട്ടർ കൺക്ലൂഡ്. യെസ് യുവർ ഓണർ. വിക്ടിം മരിച്ചുപോയ സ്ഥിതിക്ക് അവരുടെ FI സ്റ്റേറ്റ്മെന്റും മെഡിക്കൽ എവിഡൻസുമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെളിവ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യെസ്. വിക്ടിം മരിച്ചുപോയ സാഹചര്യത്തിൽ അവരെ ക്രോസ് വിസ്താരം ചെയ്യുന്നതിനോ എന്റെ കക്ഷിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനുള്ള അവസരമാണ് എനിക്ക് ലഭിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് ഫൗണ്ടേഷണൽ ഫാക്ട്സ് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് യുവർ ഓണർ. എനിക്ക് അത്ഭുതമാണ് എങ്ങനെയാണ് പ്രതിഭാഗം കൗൺസിൽ ഇത്ര ക്രൂരനാകാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ മകളാകാൻ പോലും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ജീവൻ വെച്ചാണ് എന്റെ സുഹൃത്ത് കോടതിയിൽ വിലപേശുന്നത്. ഇദ്ദേഹത്തിന് പെൺമക്കൾ ഉണ്ടാകാതെ പോയത് നന്നായി എന്നാണ് തോന്നുന്നത്. അതൊക്കെ ഇനി വിചാരിച്ചാലും നടക്കും. എന്ത് ആഭാസ്തരവും വിളിച്ചു പറയുന്നതിനോടൊപ്പം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് യുവർ ഓണർ. എന്താണ് ഇത്? വാട്ട് ഈസ് ദിസ്? കുറെ വർഷങ്ങളല്ലേ ഇവിടെ? ഇതാണ് കോടതി മര്യാദ? ഗെറ്റ് ഔട്ട്. തന്നെ നീ കോടതിയിൽ കണ്ടുപോകരുത്. ഔട്ട്. അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. ചായ കുടിക്കും. നമുക്കിതങ്ങ് വിടാം. ഇതവന്റെ വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ പറ്റില്ല. ഹീസ് ഇന്നസെന്റ്. കുറ്റം ചെയ്തിട്ടാണ് ഇപ്പൊ എല്ലാരും ജയിലിൽ കിടക്കുന്നത്. കുറെ അവന്മാര് ജയിലിൽ കിടക്കണം, കുറെ അവന്മാര് പോലീസ് ആവണം, ജഡ്ജി ആവണം, വക്കീലാവണം. എന്നാലേ സിസ്റ്റം നിലനിൽക്കൂ. നമ്മൾ വിചാരിച്ചിട്ടാണോ നമ്മളിങ്ങനെ ആയത്? സിസ്റ്റമാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. ആണോ? കാശ് കൊടുത്തിട്ട് പോ. ചായയുടെ കാശ് കൊടുത്തിട്ട് പോവാൻ. ആദി, നീ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കല്ലേ? രക്ഷപ്പെടൊരു ചാൻസും ഇല്ല. അതല്ലേ ഈശ്വരക്കില് കേസ് ഒഴിഞ്ഞത്. അതിനെന്താ, നന്ദിനി ചേച്ചി കേസ് ഏറ്റെടുത്തല്ലോ. ഈശ്വരക്കിൽ അടിയറവ് പറഞ്ഞിട്ട് നന്ദിനി ചേച്ചി എന്ത് ചെയ്യാനാ? എന്തേലും വഴി കാണാതിരിക്കില്ല ആദി. കേസ് പോക്സോയാണ്. അല്ല, മാലിനിയുടെ അമ്മ നീ കോടതിയിൽ സത്യം പറയോ? എല്ലാരും കൂടെ പറഞ്ഞു നോക്കിയതല്ലേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടും അവരെ സംശയത്തിന് മാറിയിട്ടില്ല. പിന്നെ മൊഴി മാറ്റി പറഞ്ഞ ജയിലിൽ പോകുന്ന ആരൊക്കെ പറഞ്ഞു പേടിപ്പിച്ചിരിക്കുകയാണ്. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ, ഒന്ന് സമാധാനിക്കേ. ഇത് പാച്ചിക്ക് കൊടുത്തോട്ടെ.
സാറ് മരിച്ചത് പിന്നെ ഇവിടെ ആർക്കും വേണ്ട, പൂട്ടാൻ പോവുക. അല്ല, അപ്പൊ ഈ മക്കള് സർക്കാരിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. Accused may kindly be examined as defense witness, Your Honor. Yes. Adityan S. Exhibit P6. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറയുന്ന വിക്ടിമിന്റെ മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാമോ? നീ ഇവിടെ എന്തുണ്ടാക്കാനടി ഹരിയുടെ താവളത്തിൽ നിന്ന് ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഉണ്ടായ പിടിവലിയിലാണ് ഈ മുറികളൊക്കെ ഉണ്ടായത്. ഹരിയുടെ താവളത്തിൽ നിന്ന് അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? നേരെ എന്റെ വീട്ടിലോട്ട് തന്നെയാ കൊണ്ടുവിട്ടത്. അങ്ങനെ അല്ലല്ലോ വിക്ടിം മജിസ്ട്രേറ്റിന് മുൻപിൽ നൽകിയ 164 സ്റ്റേറ്റ്മെന്റിലും പോലീസ് FISലും ഉള്ളത്. നിങ്ങൾ വിക്ടിമിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു എന്നാണല്ലോ. അല്ല, അത് ശരിയല്ല. ഞാൻ എന്റെ വീട്ടിലോട്ട് തന്നെയാ മാലിനെ കൊണ്ടുവിട്ടത്. ഞാൻ നിന്റെ അമ്മയെന്നല്ല നിന്റെ ഈ ചേച്ചിയെന്നല്ല ചിലപ്പോ കൊല്ലും. നീ അല്ലടാ ഇവക്ക് മാപ്പിള പാട്ടി. എന്തെയ്യടാ നീ? നിന്റെ അമ്മയെ തല്ലിയടാ നീ എന്ത് ചെയ്യും? പട്ടി ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ വന്ന് തല്ലടാ. ഉടനെ നീ എന്നെ തല്ലിയല്ലടാ. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന്. നന്ദിനി ചേച്ചി അങ്ങനെ ഒന്നും കാണാതെ വരൂലല്ലോ. റബേക്ക, അതില്ലേ, ഏത് കേസിലും വാദിഭാഗം തെളിയിക്കണം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ പോക്സോ കേസിൽ ഞാൻ തിരിച്ചാണ്. എന്നുവെച്ചാ പ്രതി തെളിയിക്കണം പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നും വാദിഭാഗം, അതായത് വിക്ടിമിന്റെ മൊഴി കളവാണെന്നും. വല്ലാത്ത അവസ്ഥയല്ല അത്. അതിനെന്താ, നന്ദിനി ചേച്ചിയില്ലേ നമ്മളുടെ കൂടെ? നീ പറയുന്ന പോലെ അത്ര എളുപ്പല്ല അത്. നമുക്ക് നോക്കാം. അഞ്ജലി S, DW2. പുഷ്കരൻ നിങ്ങളുടെ ആരാണ്? എന്റെ ഭർത്താവായിരുന്നു, ഇപ്പോ അല്ല. ഞാൻ ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സംഭവ ദിവസം പുഷ്കരനുമായി തല്ലുണ്ടായി ആദ്യ വീട്ടിൽ കയറിപ്പോയതിനു ശേഷം എന്താണ് സംഭവിച്ചത്? അയാൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു സാറേ. നീയേ ഇതൊക്കെ പെട്ടെന്ന് കൊണ്ടങ്ങ് എത്തിക്കും. ഓക്കെ ബോസ്. എനിക്ക് എന്റെ അളിയൻ ജയിലിൽ പോകുന്നു. ഓക്കെ, എൻജോയ്. എടാ പുഷ്കര, നിന്റെ കാര്യം തീർന്നടാ. ഞാൻ എല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഇന്നവര് പൂട്ടോ. ശരി, ചെല്ലേ. നീതി ലഭിക്കണേ. SC 142/22 പ്രതി ആദിത്യൻ S, DW3 പുഷ്കരൻ PT. അഞ്ജലി നിങ്ങളുടെ ആരാണ്? ഇവളെന്റെ ഭാര്യ ആയിരുന്നു. ഇപ്പൊ വേറൊരുത്തൻ്റെ കൂടെ ലിവിംഗ് ടുഗദർ. എന്താണ് ലിവിംഗ് റിലേഷൻ ആണ് സാറേ? രണ്ടാണ്. എന്താണ് അവിടെ? ഇതൊക്കെ കണ്ടില്ലേ സാറേ? സാറേ, എനിക്ക് ഒരു കാര്യം കൂടി ബോധിപ്പിക്കാനുണ്ട് സാറേ. എനിക്ക് ഇവർ തരാമെന്ന് പറഞ്ഞ സ്ത്രീധനം എനിക്ക് ഇന്ന് ഇവർ തന്നിട്ടില്ല.
നിങ്ങൾ കോടതി ഇടപെട്ട് എനിക്ക് എന്റെ സ്ത്രീധനം കൂടി ഒന്ന് വാങ്ങിത്തരണം. സാറേ, കുറച്ചു മുന്നേ ഈ കോടതിയുടെ പുറത്ത് വെച്ച് വരെ ഇവളെന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ. തലനാരിഴക്കാണ് സാറേ ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങൾ ഒരു ദിവസം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് പ്രതി പഠിക്കുന്ന കോളേജിൽ തോക്കുമായി കയറിയത് എന്തിനാണ്? അല്ല, അത് ഞാൻ അവനെ വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടി കയറിയതാണ് സാർ. പക്ഷെ അവിടുന്ന് എനിക്ക് നല്ലോണം അന്ന് കിട്ടിയായിരുന്നു. ആദ്യത്തിനെ എന്തിനാ വിരട്ടുന്നത്? വിരട്ടുന്ന എന്തിനാ? ആ കള്ള അല്ല, അവ എന്നെ നല്ലോണം തല്ലി സാറേ. ഓക്കെ മിസ്റ്റർ പുഷ്കരൻ, ആദിത്യൻ മാലിന്യെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം പീഡിപ്പിച്ച ശേഷം അദ്ദേഹം അവളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത്, ശരിയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുവിടുമ്പോ മാലിനി പറഞ്ഞത് ആദിത്യൻ മാലിനിയെ അടിച്ചു എന്നാണല്ലേ? നീ എന്തിനടി കറിയുന്നേ? എന്താ കൈയും മുഖമൊക്കെ മുറിഞ്ഞിരിക്കുന്നേ? അവൻ നിന്നെ അടിച്ചാ? എന്തിന്? എടാ കാലമാടാ, നോവിക്കാതെ വളർത്തിയ കൊച്ചിന്റെ മുഖം നീ കീറി വെച്ചേക്കുന്നേ. ചെവിയോ നുള്ളിക്കൊടാ നീ. അവനെ വിളിച്ചോണ്ട് പോ മാമി. കാണിച്ചു തരടി എല്ലാത്തിനും. മാലിനിയെ ആദിത്യന്റെ വീട്ടിൽ നിന്നും മാലിനിയുടെ വീട്ടിലെത്തിച്ചത് ആരൊക്കെ ചേർന്നാണ്? അത് ഞാനും അവളുടെ അമ്മയും കൂടി. മാലിനിയുടെ വീട്ടിലെത്തിയപ്പോ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ആരും ഇല്ലായിരുന്നു. മാലിനിയുടെ വീട്ടിൽ നിങ്ങൾ ഏകദേശം എത്ര നേരം ഉണ്ടായിരുന്നു? അവിടെ ഒരു 1/2-3 മണി. യുവർ ഓണർ, പ്രതി വിക്ടിമിനെ തന്റെ വീട്ടിൽ കൊണ്ട് വിടുമ്പോൾ വിക്ടിം പറഞ്ഞിരിക്കുന്നത് പ്രതി വിക്ടിമിനെ അടിച്ചു എന്ന് മാത്രമാണ്. ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി അപ്പോൾ അവർക്കില്ലായിരുന്നു. പിന്നീടാണ് അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായത്. അതായത് ആദിത്യൻ മാലിനിയെ അയാളുടെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം നിങ്ങൾ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ മിസ്റ്റർ പുഷ്കരൻ? നിങ്ങൾ എന്തോന്നൊക്കെ ചേച്ചി വിളിച്ച് പറയുന്നു? ഞാൻ എന്ത് ചെയ്തു? ഈ കറുത്ത കോട്ടുണ്ടെന്ന് വിചാരിച്ച് എന്ത് വിളിച്ച് പറയല്ലേ? എന്താ അവിടെ? സാഹചര്യ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണല്ലോ മിസ്റ്റർ പുഷ്കരൻ. സാറേ, എന്റെ അച്ഛൻ സത്യത്തിൽ പച്ച കള്ളമാണ് സാറേ ഇത്. എങ്കിൽ മിസ്റ്റർ പുഷ്കരൻ കോടതിയോട് സത്യം തുറന്നു പറയൂ, അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. സാറേ, ഇവൻ എന്നെ അടിച്ച് ചെളിയിലിട്ട് സാറേ. അപ്പൊ തുണി കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൊച്ചിന്റെ വീട്ടിൽ പോയത്. വേറെ ആരെങ്കിലും ആയിരുന്നേ വിട്ട് കളയായിരുന്നു ചേച്ചി. ഇതിപ്പോ സ്വന്തം അളിയനായി പോയില്ലേ. പണി കൊടുത്തല്ലേ പറ്റൂ. നാളെ കാണേണ്ടല്ലേ, എടുക്കണ്ടേ? തരാൻ പറഞ്ഞു. പറയടാ ഹരി. പുഷ്കരേട്ടാ, ആദ്യം പൂട്ടാനേ ഒരു കോള് വന്നിട്ടുണ്ട്. ഒരുപാട് മുറിഞ്ഞല്ലേ? വേദനയുണ്ടോ? ചെറുതായിട്ട്. ഒരു കണക്കെ നന്നായി. ഞാൻ തരാനുള്ളത് അവൻ തന്നാണെന്ന് കരുതിയാ മതി. ഇനി നേരത്തെ കാലത്ത് നീ വീട്ടിൽ വരുമല്ലോ. വിളിക്കാൻ നീയും ആദ്യം തമ്മിൽ ഇഷ്ടത്തിലാണ്? അവൻ ചോദിച്ച കേട്ടില്ലേടി ഇഷ്ടത്തിലാണോന്ന്? ഇഷ്ടത്തിലാണെങ്കിൽ അവനെ ഉടനെ കുരുക്കി ഇട്ടോണം, ഇല്ലെങ്കില് അവൻ വഴുതി പോവും. ഞാൻ പറയുന്ന അതുപോലെ ചെയ്താ മതി. ഇറങ്ങ്, വാ, പോലീസ് സ്റ്റേഷനിൽ പോ. എന്തിന്? പറയുന്ന അതുപോലെ കേട്ടാ മതി, ഇറങ്ങ്. അല്ല, അങ്ങനെയാണ് മാലിന്യ പീഡനം മൊഴി കൊടുത്തത്. ഹരിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല ഈ ഒരുമിച്ചിരുന്ന് മരുന്നടിക്കുന്നവർ തമ്മില് സഹോദരങ്ങളെ പോലെ ആണല്ലോ. അല്ല, ഈ സഹോദരം എന്ന തെറ്റാണോ സാറേ? അങ്ങനെ എത്ര സഹോദരങ്ങൾ തനിക്കുണ്ട്? ജോണ്, റഷീദ്, ഹരി, സന്ധ്യ, തീർന്ന? അപ്പൊ പോകാമോ? എന്റെ കക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ മറ്റൊന്നുമില്ല സർ. സ്വന്തം രക്തബന്ധുക്കളിൽ നിന്ന് പോലും പീഡനങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ് പോക്സോ ആക്ട്. നമ്മുടെ രാജ്യത്തെ ഒരു കുഞ്ഞുപോലും ഒരു തരത്തിലുമുള്ള പീഡനങ്ങൾക്കോ ക്രൂരതകൾക്കോ ഇരയാവാൻ പാടില്ല യുവർ ഓണർ. ചില സന്ദർഭങ്ങളിലെങ്കിലും മുതിർന്നവർ തമ്മിലുള്ള വിരോധം തീർക്കാൻ മാലിന്യെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഉപയോഗിച്ച് പോക്സോ ആക്ടിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് യുവർ ഓണർ. മയക്കുമരുന്നിനെതിരെ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ എന്റെ കക്ഷിയെ സ്വന്തം കസിനെ കൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
നാളെ എന്റെ കക്ഷി കുറ്റവിമുക്തനാക്കപ്പെട്ടാലും അവന് പഴയതുപോലെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമോ? അവനും കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനത്തിനും നഷ്ടത്തിനും ആരുത്തരം പറയും സർ? നിയമത്തെ കുറ്റപ്പെടുത്തുകയാണോ പ്രതിഭാഗം കൗൺസിൽ? അല്ല സർ, പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന സത്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് യുവർ ഓണർ. നിലവിലുള്ള നിയമത്തിനെ അടിസ്ഥാനമാക്കിയല്ലേ ഏതൊരു നിയമപീഠത്തിനും പ്രവർത്തിക്കാനാവും? നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയാണല്ലോ സർ നിയമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ന്യായാധിപനും മനസാക്ഷി എന്നൊന്നും ഉണ്ടാവുമല്ലോ യുവർ ഓണർ. പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? I have nothing more to submit, Your Honor. For judgment 12 December. എടാ മോനെ, നിന്നോടല്ലേ നിർത്താൻ പറഞ്ഞേ? പോലീസ് സ്റ്റേഷനാണോ നിന്റെ കസർത്ത്? ശീലമായി പോയി സാറേ. സാറ് വിളിക്കുന്നു. നടക്കടാ. എന്താ നിന്റെ പേര്? സാബു, അതിശയൻ സാബു. അതിശയൻ. എന്താ നിന്റെ ജോലി? ഹണ്ടിങ് ആൻഡ് സെയിൽസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാ സാറേ. സാർ, കാട്ടിക്കയറി മൃഗങ്ങളെ വേട്ടയാടി ഇറച്ചി കച്ചവടം തോക്ക് വിൽപ്പനയും, അതാണ് ഇവന്റെ ഹണ്ടിങ് ആൻഡ് സെയിൽസ്. അപ്പൊ ശിഷ്ടകാരൻ നീ ജയിലിൽ തന്നെ അല്ലേ? അത് സാരല്ല സാറേ, എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആഹാ, നിനക്കേ എവിടുന്ന ഈ തോക്ക് കിട്ടുന്നത്? അത് പറയാൻ പറ്റില്ല സാറേ. അതൊക്കെ സാറിന് ചിന്തിക്കാൻ പറ്റാത്തത്ര ലെവൽ ഇന്റർനാഷണൽ കണക്ഷൻസ് ആണ്. നിന്നെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഈ ലോ കോളേജിൽ ആർക്കാ നീ തോക്ക് വിറ്റത്? അതിന് ഞാൻ GST ഒന്നും കൊടുക്കുന്നില്ലല്ലോ സാറേ. അഡ്രസ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലേ സാറേ? ആട്ടെ, ആളെ കണ്ട തിരിച്ചറിയാമോ? ആ സാർ കൊണ്ടുവാ. ആ, നമുക്കേ വൈകുന്നേരം ഇവനെയും കൊണ്ട് ഇടം വരെ ഒന്ന് പോകണം. സാർ, ഇവനെ ഒന്നും കൂടെ മെനയാക്കി എടുക്കുക. ശരി സാർ. സിനിമയ്ക്ക് പോകാനാണോ സാറേ? അല്ലടാ, നിന്നെ ഒന്ന് പെണ്ണ് കാണിക്കാനാ. അല്ലക്ക് വേണ്ട സാറേ, എനിക്കിപ്പോ തന്നെ 6 ഭാര്യമാരുണ്ട് സാറേ. അവറ്റകള് സമ്മതിക്കുള്ളൂ സാറേ. പെണ്ണിന്റെ ഫോട്ടോയാണ് സാറേ. കൊണ്ടുപോയി ജന്തുവിനെ എന്റെ മുമ്പിൽ നിന്ന്. താങ്ക് യു സാറേ. ഓരോ ഇത്രയും വലിയ ഗെറ്റുഗദർ ആണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. LLB പല ബാച്ചുകളിൽ പഠിക്കാൻ സാധിച്ചത് ഒരു തരത്തിൽ നന്നായി. ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. അശ്രാന്ത പരിശ്രമോഷുകരം സൂചിത്വയങ്ങൾ തൻ ക്രീഡാവിലാസം അരികിൽ കൽപ്പന തൽപരനാം ഗൗളിതൻ അല്പം ജൽപ്പനം വിദ്രുതവായുതൻ വൃത്തമാം വിച്ഛേദനാ വിക്ഷോഭ വിക്ഷേപണം മൂർച്ചയറ്റ മുദ്രാരഹിത മുദ്ര. ഹലോ, ഹൗ ഡു യു ഡു? മനസ്സിലായോ? അത്തികൂടമേ ഈ എടാ, നീ സാബു അല്ലേ? അതിശയ സാബു, നീ എന്താ ഇവിടെ? അതൊക്കെ പറ, ആരെങ്കിലും കേൾക്കും. അതെ, നീയാണോ ഇവിടുത്തെ പാർട്ടിക്ക് വെടിയിറച്ചി സപ്ലൈ ചെയ്തത്? ഞാനിപ്പോ CBI കേട്ടിട്ടില്ലേ? സേതുരാമയ്യർ CBI. നീ തലയടിച്ചു ചാവുക. നമസ്കാരം. ഇന്നത്തെ ഈ പ്രത്യേക ജോയിന്റ് ഗെറ്റ് ടുഗദറിന് നമ്മളുടെ വിശിഷ്ട അതിഥിയെ എത്തിയ ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വെച്ച് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ഈണം നൽകിയ ഈ കവിത ചൊല്ലാൻ പറ്റിയത് എന്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. പലപ്പോഴും നമ്മളൊക്കെ പ്രണയിച്ചും കലഹിച്ചും വീമ്പ് പറഞ്ഞും മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞ ഒരു കാലം. അതുപോലൊരു കാലം ഇനി തിരിച്ചു വരില്ലല്ലോ.
ആ സുവർണ കാലത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും കോടതിയിലിരുന്നൊക്കെ ആലോചിച്ചു പോവാറുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെക്കാൾ ഏറെ പറയാനുണ്ടാവും. ബാക്കി നമ്മളെ ഈശ്വരൻ വക്കീല് പറയും. വക്കീലേ, എന്താ അതിശയ സാബു ഇവിടെ വേഷം മാറി കറങ്ങി നടക്കുന്നുണ്ട്. അവൻ CBI ആണെന്നാ എന്നോട് പറഞ്ഞത്. എടോ SHOയും പോലീസുകാരും എല്ലാരും ഉണ്ട്. കൊല്ലാപ്പാവോടെ അല്ല സാറേ, ഈ മാങ്ങാട്ടി തന്നെ എന്നെ വിളിക്കണ്ടപ്പോ. നമ്മുടെ നന്ദിനിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണമെന്ന് പോൾ സാറ് പറഞ്ഞപ്പോ പലരും സംശയിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു ഇതൊക്കെ 2-3 ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന്. ഞാൻ പറയാറില്ലേ സ്മിതയ്ക്ക് പച്ചയാ ചേരുന്നതെന്ന്. അല്ല, മഞ്ഞയും ചേരും. ഞാൻ തന്നെ. നന്ദിനി ഒന്ന് ഓടിങ്ങി വാ. കൂടെ കിഡ്സ് പാരഡൈസും മേറ്റനും കുട്ടികളും വാ. കേറി വാ മക്കളെ. ഇനി നിങ്ങൾ അനാഥരല്ല, ഞങ്ങളുണ്ട് കൂടെ. നിങ്ങളെ ഞങ്ങളങ്ങ് എടുക്കുക. കിഡ്സ് പാരഡൈസോ ഞങ്ങളങ്ങ് വാങ്ങി. ഇനി അത് നന്ദിനി നോക്കും. നന്ദിനി, ഈ കുട്ടികളുടെ കൊട്ടാരത്തിന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് വാങ്ങൂ. ഈ ആധാരം കൈമാറുന്നതിനായി നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ആദരണീയനായ ചീഫ് ജസ്റ്റിസിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. സർ, പ്ലീസ്. എന്താ വലിയുള്ള കുളക്കോഴിയോ? സാറ്, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. എന്നെ വെറുതെ വിടണം. ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മൃഗങ്ങളെ വേട്ടയാടുവോ വെടിയറിച്ച് കഴിക്കുകയോ ഇല്ല. സത്യം, സത്യം, സത്യം. ഞാനിനി എന്ത് പറയണം? ഞാനിതിന് നന്ദി പറയണോ അതോ പകരം ഞാൻ എന്ത് ചെയ്യണം? എന്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞാൻ CBI-ലാ. നിങ്ങളോ? അപ്രതീക്ഷിതമായി CBI-യോ? നാനും CBI-താ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എപ്പോഴും എന്നെ താങ്ങി നടത്തിയ എന്റെ സഹപാഠികൾ. പക്ഷെ എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല ആരാണ് എന്തിനാണ് എന്നെ വെടിവെച്ചതെന്ന്. അതിന്റെ ഷോക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ്. എന്താടാ നിനക്ക് എന്താ പറ്റിയേ? നന്ദിനെ എന്റെ വെടിവെച്ചത് ഞാനാ. ഞാൻ ആന്റി അല്ല, അവനെയാണ്, ആദ്യത്തേനാണ് വെടിവെക്കാൻ. എപ്പോ നോക്കിയാലും എന്നെ അവനെയും വെച്ചാ നിങ്ങൾ കമ്പയർ ചെയ്തോണ്ടിരുന്നത്. എന്റെ തല മൊത്തം നിങ്ങൾ അവനോടുള്ള വെറുപ്പ് മാത്രം നിറച്ചിട്ടുള്ളത്. ലോകത്തൊന്നും ചെയ്യാൻ പറ്റുന്നൊരു മാൻ. നീ ഒരു ദുരന്തമാണല്ലോടാ. നീ ഇപ്പോഴും അവന്റെ താഴെ തന്നെയല്ലേ? എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ആദ്യത്തെ കാരണമാണ് ഞാൻ വിചാരിച്ചു പോയി. റബേക്ക, ചെയർമാൻ സ്ഥാനം, ക്രിക്കറ്റ് ക്യാപ്റ്റൻസി. എന്നോട് സ്നേഹത്തോടെ എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? എന്തച്ഛനമ്മയാണ് നിങ്ങള്? എല്ലാം മറക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ മയക്കുമരുന്ന് യൂസ് ചെയ്തു. ഇപ്പൊ എനിക്കതില്ലാതെ പറ്റത്തില്ല. അത് സാറേ, അവനെ സാറേ ഞാൻ തോക്കെടുത്തേ. സോറി ആന്റി, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. സോറി. കരയല്ലേ? കരയാതെ, സാരമില്ല.
സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ വരുന്നിതാ കുരുത്തിടും കരുത്തുമായി പടർന്നിടാം വളർന്നിടാം പ്രതീക്ഷ തൻ പ്രകാശമാ വരുന്നിതാ കുരുത്തിടും കരുത്തുമായി പടർന്നിടാം വളർന്നിടാം പ്രതീക്ഷ തൻ പ്രകാശമായി സത്യധർമ്മനീതികൾ പുലർന്നിടുന്ന നാളിലേക്ക് കരുതലോടെ ഒരുമയോടെ നാം അടുത്തിടും ലക്ഷ്യമൊന്നു നേടുവാൻ തളർന്നിടാതെ വീണിടാതെ നിയമമോതും വഴിയിലൂടെ നാം നടന്നിടും സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ നല്ല നാടിനിന്നും നമ്മൾ കാവലായിടും ഉണ്മയുള്ള നെഞ്ചിൽ നന്മ നീർന്നൊഴിഞ്ഞിടും നല്ല നാടിനിന്നും നമ്മൾ കാവലായിടും ഉണ്മയുള്ള നെഞ്ചിൽ നന്മ നീർന്നൊഴിഞ്ഞിടും വരുന്നിതാ കുരുത്തിടും കരുത്തുമായി പടർന്നിടാം വളർന്നിടാം പ്രതീക്ഷ തൻ പ്രകാശമാ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ സത്യമേവ ജയതേ